ആദ്യമായി പ്രവാചകനെ പറ്റി അറിയാനിടയായത്. അത് അമേരിക്കയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ നാസയുടെ പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ മൈക്കേൽ ഹാർട്ട് എഴുതിയ വിശ്വപ്രസിദ്ധമായ ദ ഗ്രേറ്റ് 100 എന്ന പുസ്തകം വായിക്കാനിടയായപ്പോഴാണ്. ലോകത്തെ സ്വാധീനിച്ച മഹാന്മാരായ വ്യക്തികളെ അവർ സ്വാധീനിച്ചതിൻ്റെ റാങ്കിങ് അനുസരിച്ചിട്ടാണ് മൈക്കേൽ ഹാർട്ട് അടുക്കിയത്. അതിൽ നമ്പർ 1 പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബിയെയും, രണ്ടാമനായി ബുദ്ധഭഗവാനെയും, മൂന്നാമതായി യേശുക്രിസ്തുവിനെയുമാണ് ലിസ്റ്റ് ചെയ്തത്. സത്യക്രിസ്ത്യാനിയായി എനിക്ക് ഇത് തീരെ സഹിക്കാത്ത ഒരു കാര്യമായിരുന്നു. എന്തുകൊണ്ടാണ് മൈക്കേൽ ഹാർട്ട് ഇങ്ങനെ ചെയ്തതെന്ന് അറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് 100 എന്ന പുസ്തകം വാങ്ങിച്ച് ഞാൻ വായിച്ചു. അദ്ദേഹം വളരെ വിശദമായി അത് വ്യാഖ്യാനിച്ച് പറയുന്നു. ലോകത്തിൽ മറ്റുള്ള മഹാന്മാരെല്ലാം ഒന്നുകിൽ ലൗകികമായ മേഖലകളിൽ പ്രശോഭിച്ചു, അല്ലെങ്കിൽ ആത്മീയമായ മേഖലകളിൽ മതങ്ങൾ സ്ഥാപിച്ച് പ്രശോഭിച്ചു. ഒരേ സമയം ലൗകികമായ രംഗങ്ങളിലും ആത്മീയമായ രംഗങ്ങളിലും വിജയിക്കാൻ കഴിഞ്ഞ ലോക ചരിത്രത്തിൽ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. അത് പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ നമ്പർ 1 ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായിരുന്നു മൈക്കേൽ ഹാർട്ടിൻ്റെ എക്സ്പ്ലനേഷൻ. വളരെ ശ്രദ്ധേയമായി ചരിത്രം വായിക്കുമ്പം നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു ജീവിതമാണ് പരിശുദ്ധ പ്രവാചകൻ്റേത്. പരിശുദ്ധ പ്രവാചകൻ AD 570 ജനിക്കുന്നു. ഗർഭത്തിലിരുന്നപ്പോഴേ അച്ഛനങ്ങ് മരിച്ചുപോയി. 6 വയസ്സായപ്പോഴേ അമ്മ മരിച്ചു. 8 വയസ്സായപ്പം തന്നെ സംരക്ഷിക്കുന്ന മുത്തച്ഛനും മരിച്ചു. ഒരനാഥ ബാല്യത്തിൽ അദ്ദേഹം കടന്നുപോയി എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കും. വരുവാൻ പോകുന്ന മഹത്തായ ആ ജീവിതത്തെപ്പറ്റി അധികമാർക്കും സൂചനയുണ്ടായിരുന്നില്ല. പക്ഷേ 24 വയസ്സുള്ളപ്പോൾ ആദ്യമായി പരിശുദ്ധ പ്രവാചകൻ നടന്നു വരുന്ന വഴിയിൽ ഒരു ഓർത്തഡോക്സ് വൈദികൻ, ബുഷേറ എന്നൊരു വൈദികൻ എതിരെ വന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്ത ശേഷം, മഹാനായ പ്രവാചക, അങ്ങേക്ക് സ്വസ്തി എന്ന് പറഞ്ഞു. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ഞാനൊരു കാരവൻ ബോയിയാണ്, എന്നെ അങ്ങിങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത് എന്താണ്? അങ്ങൊരു പുരോഹിതനല്ലേ, അങ്ങിങ്ങനെ എന്നെ നമസ്കരിക്കുന്നത് എന്താണ്? അപ്പോൾ ബുഷേറ എന്ന ഓർത്തഡോക്സ് വൈദികൻ പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു ദർശനം കണ്ടു, അങ്ങ് ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന മഹാനായ പ്രവാചകനാകാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങേ വന്നിച്ചത്. വേദപുസ്തകത്തിലെ ന്യായപ്രകാരം പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും അഭിഷിക്തനാക്കണമെങ്കിൽ എണ്ണ തലയിൽ ഒഴിച്ച് അഭിഷിക്തനാക്കണം. ക്രൈസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം, ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അനോയിൻറ്റഡ് വൺ എന്നാണ്, എണ്ണയാൽ അഭിഷിക്തനായവൻ. അതുകൊണ്ട് അങ്ങയുടെ തലയിൽ എണ്ണ അഭിഷേകം ഞാൻ എന്നെ അനുവദിക്കണമെന്ന് ബുഷേർ ആവശ്യപ്പെട്ടു. പ്രവാചകൻ പറഞ്ഞു, അങ്ങേക്ക് എങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഓർത്തഡോക്സ് വൈദികനായിരുന്ന ബുഷേറ പരിശുദ്ധ പ്രവാചകൻ്റെ തലയിൽ എണ്ണ ഒഴിച്ച് അദ്ദേഹത്തെ അഭിഷക്തനാക്കി. പിന്നെയും ഒരു 16 വർഷം ഒന്നും സംഭവിച്ചില്ല. 40ാമത്തെ വയസ്സിൽ ഹീറ ഗുഹയിൽ വെച്ചിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായ ശേഷം പിന്നീട് സോളാർ കലണ്ടർ അനുസരിച്ച് 22 വർഷവും ലൂണാർ കലണ്ടർ അനുസരിച്ച് 23 വർഷവുമാണ് പരിശുദ്ധ പ്രവാചകൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. പക്ഷേ ആ 21 വർഷം കൊണ്ട് ലോക ചരിത്രം ഗതി മാറ്റി ഒഴുക്കാൻ പരിശുദ്ധ പ്രവാചകന് പറ്റി. ഇത് അത്ഭുതകരമായ ഒരു ചരിത്രമാണ്. പരിശുദ്ധ പ്രവാചകന് ദർശനം കിട്ടിയ ശേഷം പിന്നീടൊരു 10 വർഷം ഭയങ്കര പ്രശ്നങ്ങളാണ്. പരിശുദ്ധ പ്രവാചകൻ ഒരു ഭരണാധികാരമുള്ള ഒരു വംശത്തിൽ ജനിച്ച ആളാണ്. പക്ഷേ ജനിച്ച വലിയ പണമൊന്നും ഉണ്ടായിരുന്നില്ല, കുടുംബസ്ഥിതി ഉണ്ടായിരുന്നുവെങ്കിലും അങ്ങനെ ജീവിച്ച പരിശുദ്ധ പ്രവാചകൻ 4 തവണ വധശ്രമങ്ങളെ നേരിട്ടു. AD 619 49 വയസ്സായപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖദീജ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ അങ്കിൾ അബൂ താലിബും മരിച്ചു. 2 മരണങ്ങൾ സാധാരണ ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്ന സപ്പോർട്ടുകൾ മുഴുവൻ വിഡ്രോ ചെയ്യുന്ന ഒന്നായിരുന്നു. AD 622 പരിശുദ്ധ പ്രവാചകൻ മക്കയിൽ നിന്ന് മെദീനയിലേക്ക് പാലായനം ചെയ്യുകയാണ്. മക്കയിൽ നിന്ന് മെദീനയിലേക്കുള്ള ദൂരം 415 കിലോമീറ്ററാണ്. മലയാളികൾക്ക് മനസ്സിലാവണമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെപ്പോഴും ദൂരം എന്ന് പറയുന്നതായിരിക്കും എളുപ്പം. 415 കിലോമീറ്റർ ദൂരം. പ്രവാചകൻ 2.5 മാസം എടുത്തു മക്കയിൽ നിന്ന് മെദീനയിലേക്ക് എത്താൻ. ഇപ്പോൾ സൗദി അറേബ്യൻ ഗവൺമെൻറ് ഒരു ബുള്ളറ്റ് ട്രെയിൻ ഇട്ടിട്ടുണ്ട് മക്കയിൽ നിന്ന് മെദീനയിലേക്ക്. 2.5 മണിക്കൂർ മതി പരിശുദ്ധ പ്രവാചകൻ 2.5 മാസം എടുത്ത യാത്ര പൂർത്തീകരിക്കാൻ. ഹജ്ജിന് പോകുന്നവർക്ക് ഫ്രീ, ബാക്കിയുള്ളവർക്ക് ടിക്കറ്റ് കൊടുത്താൽ മതി. അങ്ങനെ മക്കയിൽ നിന്ന് മെദീനയിലേക്ക് പോയി.
622 മെദീനയിലെത്തിയ പരിശുദ്ധ പ്രവാചകൻ AD 624 ബദർ യുദ്ധം, 625 ഉഹൂദ് യുദ്ധം, AD 628 കണ്ടക്ക് യുദ്ധം, ബാറ്റിൽ ഓഫ് ദ ട്രഞ്ച്. അതിനുശേഷം ഒരു കൊല്ലം കഴിഞ്ഞ് AD 629 മക്കയുടെ ഭരണാധികാരിയായി ഒരു തുള്ളി രക്തമൊഴുക്കാതെ അദ്ദേഹം തിരിച്ചെത്തുകയാണ്. പിന്നെ 3 വർഷം കൂടി അദ്ദേഹം ജീവിച്ചിരുന്നു. 3 ഉംറകൾ ചെയ്ത ശേഷം AD 632 സ്വർഗാരോഹണം ചെയ്തു. വളരെ സംക്ഷിപ്തമായി പറഞ്ഞാൽ ഈ 62 വയസ്സ് ഉള്ള ആ ജീവിതം ലോകചരിത്രത്തെ മാറ്റിമറിച്ചത് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വലിയ അത്ഭുതമുണ്ടാക്കുന്ന ഒന്നാണ്. പരസ്യപ്രവാചകൻ സ്വർഗാരോഹണം ചെയ്ത ശേഷം ഒരു കൊല്ലം കഴിഞ്ഞില്ല ഇസ്ലാം സൗദി അറേബ്യയുടെ കംപ്ലീറ്റ് ഉപദ്വീപുകൾ പിടിച്ച ശേഷം സിറിയ പിടിച്ചെടുത്തു എന്നുള്ളതാണ്. സൗദി അറേബ്യ പരസ്യപ്രവാചകന് മുമ്പ് ഒറ്റയാൾക്കും യൂണിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. നോ എംബറർ, നോ ബൈസാൻറ്റിൻ എംബറർ, നോ റോമൻ എംബറർ, നോ ഈജിപ്ഷ്യൻ ഫറോ കുഡ് ക്യാപ്ചർ ദ എൻറ്റയർ സൗദി അറേബ്യൻ പെനിൻസുല. 18 ലക്ഷം ചതുരശ്ര കിലോമീറ്ററുള്ള ഇന്ത്യയുടെ 3/2 വിസ്തീർണമുള്ളൊരു ഭൂപ്രദേശമാണ്. പക്ഷേ പരസ്യ പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്ത് ഒരു കൊല്ലത്തിനകം ദ എൻറ്റയർ 17 രാജ്യങ്ങളെയും യൂണിഫൈ ചെയ്ത് സൗദി അറേബ്യൻ പെനിൻസുലയും തൊട്ടപ്പുറത്തുള്ള സിറിയയും കയ്യിലായി. അബൂബക്കർ ഖലീഫയുടെ 2ാം വർഷം ആയപ്പോഴേക്കും ഇസ്ലാം ഇറാഖിൻ്റെ സമതലങ്ങൾ പിടിച്ചെടുത്തു. അബൂബക്കർ ഖലീഫ മരിച്ചിട്ട് അബൂബക്കർ ഖലീഫയുടെ ഫസ്റ്റ് കസിൻ ഉമർ ഖലീഫ ഭരണത്തിൽ വരുന്നു. അദ്ദേഹം 10 കൊല്ലം ഭരിച്ചുള്ളൂ. പക്ഷേ 10 വർഷം കൊണ്ട് ഇസ്ലാം ഇറാനിലെ പീഠഭൂമികൾ മുഴുവൻ പിടിച്ചെടുത്ത് കാസ്പിയൻ കടലിൻ്റെ അടുത്ത് നിന്ന് മുട്ടി എന്നുള്ളതാണ്. പാലസ്തീന നാട് മുഴുവൻ പിടിച്ചെടുത്ത് AD 638 ഇറാൻ മുഴുവൻ പിടിച്ചു. AD 642 നേരെ ഈജിപ്റ്റ് പിടിച്ചെടുത്തു. മഹത്തായ ഈജിപ്ഷ്യൻ സംസ്കാരം മുഴുവൻ പിടിച്ചെടുത്തു. ഖലീഫ ഉമറിന് ശേഷം ഉസ്മാൻ ഭരണത്തിൽ വന്നതോടുകൂടി ഇസ്ലാം ജൻറോഷ്യയും അതിനുശേഷം ട്രാൻസോക്സാനിയയും പിടിച്ച് കാസ്പിയൻ കടലിൻ്റെ അവിടെ വന്ന് തട്ടി. ഇസ്ലാം വടക്കോട്ട് പോയിരുന്നെങ്കിൽ സൈബീരിയ മുഴുവൻ ഇസ്ലാമിൻ്റെ കയ്യിലായിരുന്നു. പക്ഷേ ഇസ്ലാം തെക്കോട്ടാണ് തിരിയുന്നത്. അലി ഖാലിഫയുടെ കാലഘട്ടത്തിന് ശേഷം കഴിഞ്ഞോടുകൂടി ഇസ്ലാം വിശാലമായ ഉമായിദ് ഖാലിഫിൻ്റെ കാലഘട്ടത്തിൽ സോവിയറ്റ് റഷ്യയുടെ ഭാഗമായ 5 രാജ്യങ്ങൾ ടർക്കമെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ടാജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ തുടങ്ങിയ 5 സ്ഥാനങ്ങൾ പിടിച്ചെടുത്തു. അതിനുശേഷം AD 680 ആയപ്പം അഫ്ഗാനിസ്ഥാൻ പിടിച്ചു. AD 711 ആയപ്പോഴേക്കും മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ മുഴുവൻ പിടിച്ച് സിന്ധ് പ്രോവിൻസ് മുഴുവൻ പിടിച്ച് സൈന്ധവ നദീര സംസ്കാരം മുഴുവൻ ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലായി. AD 711 ശേഷം കിഴക്കോട്ട് സൈന്യം ഒന്ന് ഹോൾട്ട് ചെയ്ത് 2-3 നൂറ്റാണ്ട്. പടിഞ്ഞാട്ട് പോയ സൈന്യം AD 642 ഈജിപ്റ്റ് പിടിച്ചു, 646 ലിബിയ പിടിച്ചു, 652 ടുണീഷ്യ പിടിച്ചു. AD 661 ആയപ്പോഴേക്കും ഇസ്ലാം വന്നിട്ട് അൾജീരിയ പിടിച്ചെടുത്തു. അൾജീരിയ എന്ന് പറഞ്ഞാൽ 17 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ 3/2 ആ രാജ്യം. അത് മുഴുവൻ പിടിച്ചെടുത്ത് 680 കഴിഞ്ഞപ്പോഴേക്കും മൊറിട്ടാനിയ പിടിച്ചെടുത്തു. 690 ആയപ്പോൾ പോളിസാറിയോ പിടിച്ചെടുത്തു. ഇസ്ലാമിൻ്റെ പ്രഗത്ഭനായ ജനറൽ താരിഖ് അദ്ദേഹം വന്ന് ജിബ്രാൾട്ടർ കടന്ന് സ്പെയിനിൽ പ്രവേശിച്ചു. ജിബ്രാൾട്ടർ എന്ന വാക്ക് തന്നെ 2 രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. ജബൽ അൽ താരിഖ്, താരിഖിൻ്റെ മല എന്നും താരിഖ് കടന്നുപോയ സ്ഥലം എന്ന് 2 അർത്ഥത്തിലും വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ ജിബ്രാൾട്ടർ എന്ന വാക്ക് ഇസ്ലാമിക ജനറലിൻ്റെ പേരിലാണ്, ജിബ്രാൽ അൽ താരിഖ്. അദ്ദേഹം സ്പെയിനും പോർച്ചുഗലും പിടിച്ചെടുത്തു. എന്നിട്ട് പിറനീസ് പർവ്വതനിരകൾ കടന്ന് പാരീസിലേക്ക് മാർച്ച് ചെയ്തു. പാരീസിന് 200 കിലോമീറ്റർ തെക്ക് ബാറ്റിൽ ഓഫ് പോയിറ്റിയേഴ്സ് അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ടൂഴ്സിലാണ് ചാർലിമീൻ ചക്രവർത്തി മുത്തച്ഛൻ ചാൾസ് മാർട്ടൽ ഇസ്ലാമിക സൈന്യത്തെ ഹോൾട്ട് ചെയ്ത്. പടിഞ്ഞാറോട്ട് ഗംഭീരമായ യാത്രയാണ്. 300 വർഷങ്ങൾക്ക് ശേഷം AD 1090 1100 ആയപ്പോഴേക്കും ഇസ്ലാം ഉത്തരേന്ത്യയിലേക്ക് തള്ളിക്കയറി. ഇന്ന് നമ്മൾ ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്ന 13 സംസ്ഥാനങ്ങൾ ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലായി. 14-ാം നൂറ്റാണ്ട് കഴിഞ്ഞതോടുകൂടി ഡക്കൻ പീഠഭൂമിയുടെ വടക്കൻ പ്രദേശങ്ങൾ മഹാരാഷ്ട്രയും ആന്ധ്രയും ഒക്കെ അവരുടെ കയ്യിലായി. അതിനുശേഷം ഇസ്ലാം മലേഷ്യ പിടിച്ചെടുത്തു, ബ്രൂണൈ പിടിച്ചെടുത്തു. 20,000 ദ്വീപുകളുള്ള ഇന്തോനേഷ്യൻ പെലാഗോ മുഴുവൻ പിടിച്ചെടുത്തു. 1953 ആയപ്പോഴേക്കും ഇസ്ലാം ടർക്കി മുഴുവൻ പിടിച്ചെടുത്തു. 1953 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. ഇതിനിടയ്ക്ക് ഇസ്ലാം ഭയങ്കര പ്രശ്നം നേരിട്ടു. പാശ്ചാത്യദാസ് എന്ന കുരിശുയുദ്ധങ്ങളെന്ന് പറഞ്ഞ 12 കുരിശുയുദ്ധങ്ങളാണ്.
അവർ പലതവണയും ജെറുസലേം പിടിച്ചു, പലസ്തീൻ പിടിച്ചു. പക്ഷേ 100 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഇസ്ലാം ക്രൂസൈഡേഴ്സിനെ മുഴുവൻ തിരിച്ച് യൂറോപ്പിലേക്ക് പറഞ്ഞേച്ചത് മുഴുവൻ പിടിച്ചെടുത്തു. 500 വർഷത്തെ അബ്ബാസിഡ് ഭരണം പൂർത്തിയായപ്പോൾ 751 അബ്ബാസിഡ് ഭരണം വരുന്നത്. 1258 മംഗോൾസിൻ്റെ ഭയങ്കര ആക്രമണം. മംഗോൾസിൻ്റെ ആക്രമണത്തിൽ ചൈന തകർന്നു, റഷ്യ തകർന്നു, മംഗോളിയ തകർന്നു, അങ്ങനെ ഇടയ്ക്കുള്ള മുഴുവൻ രാജ്യവും തകർന്നുപോയി. പക്ഷേ ഇസ്ലാം അതിഗംഭീരമായിട്ട് പിടിച്ചു തന്നു. അബ്ബാസിഡ് കാലിഫേറ്റ് പോയി, ബാഗ്ദാദ് തകർത്തു, 2 ലക്ഷത്തോളം മുസ്ലിങ്ങളെ കൊന്നു. എന്നിട്ട് ഈജിപ്തിലോട്ട് തള്ളിക്കയറാൻ വേണ്ടി വന്ന സമയത്താണ് അൽബിരിയ യുദ്ധത്തിൽ ഇസ്ലാം മംഗോളുകളെ തോൽപ്പിച്ചു. മംഗോളുകളെ ഭൂമിയിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല, ഇസ്ലാമിനെ മാത്രം തോൽപ്പിച്ചു. ഇസ്ലാം മംഗോളുകളെ പുറത്തോട്ട് തള്ളി. ഇസ്ലാം പിടിച്ചെടുത്ത മുഴുവൻ സ്ഥലങ്ങളും തിരിച്ച് ഇസ്ലാമിലേക്ക് വന്നു. മംഗോൾസിനെ പരാജയപ്പെടുത്തി തിരിച്ചു വന്നു. ചരിത്രം വായിക്കുമ്പോൾ അമ്പരന്ന് പോവുകയാണ്. ലോകത്തിൽ 7 നദീതര സംസ്കാരങ്ങളാണ്. ആ 7 നദീതര സംസ്കാരങ്ങളിൽ 6 നദീതര സംസ്കാരങ്ങളും ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലായി. ഈജിപ്ഷ്യൻ സംസ്കാരം, സുമേരിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, അസീറിയൻ സംസ്കാരം, പേർഷ്യൻ സംസ്കാരം, സൈന്ധവ നദീതര സംസ്കാരം, നൈജർ നദി തീരത്തുള്ള സൊഹൈൽ സംസ്കാരം എല്ലാം ഇസ്ലാമിൻ്റെ കയ്യിലായി. ചൈന ഒഴിച്ച് ബാക്കി 7 നദീതര സംസ്കാരങ്ങളിൽ 6 ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലായി. ഇസ്ലാമിൻ്റെ സ്വാധീനത്തിൽ വന്ന രാജ്യങ്ങൾ 69 69 ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് ഈ ലോകത്തിൽ. അതിൻ്റെ ആകെ ഏറിയ 3,20,00,000 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ആകെ വിസ്തൃതി 32 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ 11 ഇരട്ടിയാണ് ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലുള്ള രാജ്യങ്ങളുടെ വിസ്തൃതി. ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലുള്ള ജനസംഖ്യ 140 കോടിയാണ്. ഇന്ത്യയുടെ ആകെ ജനസംഖ്യയെക്കാളും 10 കോടി കൂടുതലാണ് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരുടെ ലോകത്തിലെ അംഗസംഖ്യ. അമേരിക്കയിലെ 2ാമത്തെ വലിയ ജനവിഭാഗമായി ഇസ്ലാം മാറി. പണ്ട് ക്രിസ്ത്യാനികൾ കഴിഞ്ഞ പിന്നെ യഹൂദന്മാരായിരുന്നു. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ മാത്രം 6 മില്യൺ 60 ലക്ഷം മുസ്ലിംസ് ഉണ്ട്. ദേ ഓവർടേക്കൺ ജ്യൂസ് ബൈ അറൗണ്ട് 10 lakh. 50 ലക്ഷം യഹൂദന്മാരുള്ളപ്പോൾ 60 ലക്ഷം മുസ്ലിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പരസ്യപ്രവാചകൻ്റെ ഒരു ജീവിതം 22 വർഷം കൊണ്ട് മറിച്ച ഈ ഭൂവിഭാഗം അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് നമ്മൾ പറയും. അലക്സാണ്ടർ ദ ഗ്രേറ്റ് പിടിച്ച സാമ്രാജ്യത്തിൻ്റെ 8 ഇരട്ടിയാണ് ഇസ്ലാമിൻ്റെ സ്വാധീനത്തിൽ വന്ന രാജ്യങ്ങളുടെ വിസ്തീർണം. അലക്സാണ്ടർ ചക്രവർത്തിയിൽ സാമ്രാജ്യത്തിൽ ആകെയുള്ള ജനസംഖ്യയുടെ 10 ഇരട്ടിയാണ് ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലുള്ള ജനസമൂഹം. ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഇസ്ലാമിൻ്റെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 രേഖാംശങ്ങളിൽ പ്രാർത്ഥന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 5 സ്ഥലത്ത് പ്രാർത്ഥന കേൾക്കുന്നതിനാൽ ഇസ്ലാമിൻ്റെ പ്രാർത്ഥന കേൾക്കാത്ത ഒരു സമയം ഭൂമിയിലില്ല. 24 hours കേട്ടുകൊണ്ടിരിക്കുകയാണ്. പരസ്യപ്രവാചകൻ്റെ ഒരു ജീവിതം ലോകത്തെ ഇങ്ങനെ മാറ്റിമറിച്ചത് എങ്ങനെയെന്ന് പഠിക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതത്തോടുകൂടി ആ ജീവിതത്തെ മനസ്സിലാക്കേണ്ടി വരുന്നത്. പരസ്യപ്രവാചകൻ ലോകത്തെ മാറ്റിമറിച്ചത് ഏറ്റവും ആദ്യത്തേത് ദൈവസങ്കല്പത്തിലുള്ള മാറ്റമായിരുന്നു. ഭൂമിയിൽ ആദ്യമായി മനുഷ്യൻ പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു. ഇടി ഒരു ദൈവം, മഴയൊരു ദൈവം, ആകാശം ഒരു ദൈവം, ഇങ്ങനെ പ്രകൃതി ശക്തികളൊക്കെ ദൈവങ്ങളാക്കി മാറിയിരുന്നു. സൂര്യനൊരു ദൈവം, ചന്ദ്രനൊരു ദൈവം, ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ വിശ്വസിച്ച ജനസമൂഹം അതിനുശേഷം സൂമോർഫിക് ഗോഡ്സ് എന്ന് പറയുന്ന മൃഗങ്ങളുടെ ഷേപ്പുള്ള ദൈവസങ്കല്പത്തിലേക്ക് മാറി. കാളയൊരു ദൈവം, പശു ഒരു ദൈവം, കുറുക്കനൊരു ദൈവം, ഇങ്ങനെ ഓരോ സ്ഥലത്ത് ദൈവസങ്കല്പത്തിന് സൂമോർഫിക് ഗോഡ്സ് എന്ന് പറയപ്പെടുന്ന ദൈവങ്ങളാണ്. അതിൻ്റെ അടുത്ത ഘട്ടം എത്തിയപ്പോൾ മനുഷ്യനും മൃഗം കൂടെ ചേരുന്ന ഒരു രൂപമായി ദൈവത്തിൻ്റെ ഭാവം. അപ്പോൾ നൂബിസ് എന്നൊരു ദേവനുണ്ട് ഈജിപ്തുകാർക്ക്, പകുതി കുറുക്കൻ പകുതി മനുഷ്യൻ. ഇന്ത്യക്കാർക്ക് ഒരു നരസിംഹമുണ്ട്, പകുതി സിംഹം പകുതി മനുഷ്യൻ. ഈജിപ്തുകാരുടെ വലിയ ദേവനാണ് ഹോറസ്, തല പരുന്താണ്, ശരീരം മനുഷ്യൻ്റെയാണ്. യൂറോപ്പിലെ പ്രസിദ്ധനായ ഒരു ദേവനുണ്ടായിരുന്നു കാസ്റ്റർ, തല മനുഷ്യൻ്റെയാണ്, ഉടൽ കുതിരയുടെയാണ്. നമുക്ക് തന്നെ ഗണപതി സങ്കല്പമുണ്ട്, ആനയും മനുഷ്യനും കൂടെ ചേർന്ന സങ്കല്പം. അപ്പോൾ മിക്സഡ് മൃഗവും മനുഷ്യനും ചേർന്ന ഒരു ദൈവഭാവം ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ആന്ത്രോപോമോർഫിക് ഗോഡ്സ് എന്ന സങ്കല്പം ഉണ്ടായി. ദൈവം മനുഷ്യനെ പോലിരിക്കും, 2 കണ്ണ്, ഒരു മൂക്ക്, ഒരു ചെവി, ഇങ്ങനെ ദൈവം മനുഷ്യനെ പോലിരിക്കുകയാണ്. ദൈവം മനുഷ്യനെ പോലെ ചിന്തിക്കും, മനുഷ്യ സ്ത്രീകളെ കണ്ടാൽ ദൈവത്തിന് വികാരം വരും, ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ ഇതിങ്ങനെ വന്ന സമയത്താണ് മനുഷ്യൻ ദൈവത്തെ പോലെ ഇരിക്കുമെന്നുള്ള, ദൈവങ്ങൾ ഭൂമിയിൽ വന്ന് മനുഷ്യ സ്ത്രീകളുമായി ബന്ധമുണ്ടാക്കി കുട്ടികളെ ജനിപ്പിക്കും, ദൈവത്തിന് ഭാര്യ, മക്കൾ, ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പമാണ്.
അങ്ങനെ ദൈവസങ്കല്പം സ്റ്റക്കായി നിൽക്കുന്ന അവസരത്തിൽ പരിശുദ്ധ പ്രവാചകൻ വന്ന് ദൈവസങ്കല്പത്തെ മാറ്റിമറിച്ചു. ഫോംലെസ് ഗോഡ്. ദൈവത്തിന് ഫോമില്ല. ദൈവത്തിന് കണ്ണിൽ പക്ഷേ കാണാം, ചെവിയിൽ പക്ഷേ കേൾക്കാം. ഫോംലെസ് ഗോഡ്. ആ ഫോംലെസ് ഗോഡ് എന്ന് പറയുന്നത് അതിഗംഭീരമായ ഒരു വിപ്ലവമാണ്. ദൈവത്തെ ഫോംലെസ് ആക്കി മാറ്റി. ദൈവത്തിന് ഭാര്യയില്ല, മക്കളുമില്ല. ദൈവത്തിന് പുത്രനുമില്ല, പുത്രിയില്ല. ദൈവം ദൈവമാണ്, മനുഷ്യൻ മനുഷ്യനാണ്. ഇത് അതിശ്രദ്ധേയമായ ഒരു സങ്കല്പം ദൈവസങ്കല്പത്തെ മാറ്റിമറിച്ചു. മറ്റു സമൂഹങ്ങളിൽ ദൈവം എണ്ണത്തിൽ വളരെ കൂടുതലായിരുന്നു. ഇന്ത്യയിൽ തന്നെ 33 കോടി ദേവന്മാരുണ്ടായിരുന്നു. യൂറോപ്യന്മാരുടെ ദൈവങ്ങളെല്ലാം കൂടെ എണ്ണിയാൽ 12,000-ന് മേളിലായിരുന്നു. ഈജിപ്തുകാരുടെ ദൈവങ്ങളെല്ലാം കൂടെ കൂട്ടിയ 1000-ന് മേളിലാണ്. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, വൺ ഗോഡ്, മോണോതെയിസം. ക്രിസ്തുവിന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അക്കനാത്തോൺ എന്ന് പറഞ്ഞൊരു ഒരു ഫറോ രാജാവാണ് ആദ്യം ഏകദൈവ വിശ്വാസം പറഞ്ഞത്. അയാളെ തല്ലിക്കൊന്നു. അയാളുടെ മോൻ തീയെ തല്ലിക്കൊന്നു. അതാണ് തൂത്തൻകാമൻ എന്ന് പറയുന്നത്. തൂത്തിനെ തല്ലിക്കൊന്നു. 22 വയസ്സായപ്പോഴേ മരിച്ച്. പിന്നെ മൂസ നബി ഏകദൈവ വിശ്വാസം പറഞ്ഞു. പിടിച്ചിരിക്കാൻ പ്രയാസം. പക്ഷെ ലോകചരിത്രത്തിൽ മറ്റുള്ളവരെല്ലാം പരാജയപ്പെട്ടപ്പം ഏകദൈവ വിശ്വാസം, ഭൂമിയിൽ ഒരു ദൈവമേ ഉള്ളൂ, ആ വിശ്വാസത്തിലേക്ക് ലോകത്തെ കൊണ്ടുവന്നത്, ഫോംലെസ് ഗോഡ് എന്ന സങ്കല്പം കൊണ്ടുവന്നത് പരിശുദ്ധ പ്രവാചകൻ്റെ ഈശ്വര സങ്കല്പത്തിലുള്ള അത്യത്ഭുതകരമായ വിപ്ലവമാണ്. ആ വിപ്ലവത്തിൻ്റെ ഭാഗമായ പരിശുദ്ധ പ്രവാചകൻ രണ്ടാമതൊരു വലിയ വിപ്ലവം ഉണ്ടാക്കി. ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ? പണ്ട് ദൈവത്തിന് തൃപ്തി വരണമെങ്കിൽ മനുഷ്യൻ്റെ കുഞ്ഞുങ്ങളെ ബലി കൊടുക്കണം. ഗ്രീക്കുകാർ ട്രോയ് യുദ്ധത്തിന് പോവുകയാണ്. ട്രോയ് യുദ്ധത്തിന് പോകുമ്പം ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കണം. അപ്പം ആരെങ്കിലും ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കാൻ കൊണ്ടുവന്നാൽ 5000 സ്വർണ്ണ നാണയം കൊടുക്കാമെന്ന് പറഞ്ഞു അഗമെമ്നോൺ. ആരും കൊടുത്തില്ല. യുദ്ധം ജയിക്കണ്ടേ? അഗമെമ്നോൺ എന്ത് ചെയ്തു? തൻ്റെ സ്വന്തം മകൾ 13 വയസ്സുള്ള ഇഫിജീനിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ, ആ പെൺകുട്ടി ഹൈഡ്ര എന്ന ആ കുട്ടിക്ക് വേറൊരു പേരുണ്ട്, ആ കുട്ടിയെ കൊണ്ടുവന്നും വെട്ടി ഞുറുക്കി ദൈവത്തിന് ബലി കൊടുത്തു. പോയി ട്രോയ് യുദ്ധം ജയിച്ചു. സ്വന്തം മക്കളെ ബലി കൊടുക്കണം. ഇബ്രാഹിം നബിയുടെ കാലത്ത് ഉണ്ടായിരുന്ന ആ തെറ്റിദ്ധാരണ. അദ്ദേഹം മകനെ ബലി കൊടുക്കണം ദൈവം പറഞ്ഞെന്ന് അങ്ങാർക്ക് അങ്ങ് തോന്നി. അങ്ങാര് മോനെ ബലി കൊടുക്കാൻ കൊണ്ടുപോയി. ദൈവം ഇടപെട്ടു, നീ കുഞ്ഞിനെ ബലി കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പകരം ആടിനെ ബലി കൊടുത്താളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ മട്ടൺ ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ പഠിച്ചത്. മട്ടണെ തിന്നുക, ദൈവം മനുഷ്യരെ വേണ്ട. അമേരിക്കയിലെ മായൻ സംസ്കാരവും അസ്ട്രക് സംസ്കാരവും അവർ എത്രത്തോളം മനുഷ്യൻ്റെ രക്തം ഒഴുക്കുന്നു അത്രത്തോളം ദൈവത്തിന് തൃപ്തിപ്പെടുമെന്നാണ്. യുഎന്നോട് പ്രസിദ്ധമായ ഒരു ഇതുണ്ട്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ചിച്ചൻ ഇറ്റ്സയുടെ പിരമിഡ് ഉദ്ഘാടനം ചെയ്തപ്പോൾ 20,000 മനുഷ്യരെ കൊണ്ടുവന്ന് നെഞ്ച് പിളർന്ന് ചങ്കും കൂപ്പോട് ദൈവത്തിന് കൊടുത്തു. എന്തിനാണ് ദൈവത്തിന് തൃപ്തിപ്പെട്ടത്? ഇങ്ങനെ മനുഷ്യബലി മൃഗബലിയിലേക്ക് മാറി. യഹൂദന്മാർ പെസഹ ആചരിക്കുമ്പോൾ ജെറുസലേം ദേവാലയത്തിൽ ആടിനെ ബലി കഴിക്കും. സിസ്റ്റേഴ്സ് AD 56 കണക്കെടുത്തു. 2,56,000 ആടുകളെയാണ് ബലി കഴിച്ചതെന്നാണ് കണക്കെടുത്തത്. 2,56,000 ആടുകൾ. അങ്ങനെ ആടിൻ്റെ ബലി നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് യേശുക്രിസ്തു വന്നിട്ട് ആ ബലിയെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാമെന്ന് പഠിപ്പിച്ചത്. അപ്പവും വീഞ്ഞും വെച്ച് പ്രാർത്ഥിക്കുക. അപ്പവും വീഞ്ഞും അഗ്രികൾച്ചറൽ പ്രോഡക്ട്സാണ്. അങ്ങനെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഉപയോഗിച്ചുള്ള ഒരു പ്രാർത്ഥനയായി മാറി. അങ്ങനെ കാനിബാളിസത്തിൽ തുടങ്ങി മൃഗബലി എന്ന് പറയുന്ന സുവോളജിക്കൽ ബലിയായി, പിന്നെ ബോട്ടാണിക്കൽ ബലിയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പരിശുദ്ധ പ്രവാചകൻ അത്ഭുതകരമായ വിപ്ലവം ഉണ്ടാക്കിയത്. പ്രവാചകൻ പറഞ്ഞു, ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ഒരു മൃഗത്തെയും കൊല്ലണ്ട, ഒരു സസ്യത്തെയും കൊല്ലണ്ട. നിങ്ങൾ ദൈവത്തോട് നേരിട്ടങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. നോ ഫോം ഓഫ് വർഷിപ്പ്, നോ ബ്ലഡ് ഷെഡ് ഈസ് റിക്വയർഡ്. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഈ ബലി എന്ന സങ്കല്പം മാറ്റി നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട സിസ്റ്റം കൊണ്ടുവന്നു. ആ സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ ചെയ്തത് അത്യത്ഭുതകരമായ ഒരു മെഡിക്കൽ സയൻസാണ്. പ്രവാചകൻ പ്രാർത്ഥിക്കാൻ നേരം സമയം ഫിക്സ് ചെയ്തു. വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് കമ്പൽസറി അല്ലാത്തൊരു നിസ്കാരമുണ്ട്. പക്ഷേ കമ്പൽസറി നിസ്കാരങ്ങൾ 5 എണ്ണം. സൂര്യൻ ഉദിക്കുന്നു, സൂര്യനെ കാണാൻ വയ്യ, സൂര്യരശ്മികൾ കാണാം, ഒരു നിസ്കാരം.
ഒരു വടി നാട്ടിയാൽ വടിക്ക് നിഴലില്ലാതാവുന്ന അവസരത്തിൽ മിഡ് ഡേ സൂര്യൻ നേരെ വടിയുടെ മേളിൽ വരുന്ന സമയത്ത് രണ്ടാമത്തെ നിസ്കാരം. ഒരു വടി നാട്ടിയാൽ വടിയുടെ നീളവും നിഴലിൻ്റെ നീളവും ഈക്വൽ ആകുമ്പോൾ സൂര്യരശ്മികൾ 45 ഡിഗ്രി ആംഗിൾ വരുമ്പോൾ അടുത്ത നിസ്കാരം. സൂര്യൻ അസ്തമിച്ചു, സൂര്യനെ കാണാൻ വഴി സൂര്യരശ്മികൾ കാണാം, അടുത്ത നിസ്കാരം. ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രരശ്മികൾ കൊണ്ട് വടിയുടെ നീളവും നിഴലിൻ്റെ വീതവും ഈക്വൽ ആകുമ്പം അടുത്ത നിസ്കാരം. 5 കമ്പൽസറി നിസ്കാരങ്ങൾ. നാസയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാർ ഈ സമയമൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. കാരണം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും നീക്കങ്ങളനുസരിച്ച് മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്കുണ്ട്. ഈ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന പോയിൻറ്റ്സാണ് ഈ 5 എണ്ണം. ആ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിച്ചാൽ മനുഷ്യന് ആരോഗ്യം മാത്രമല്ല ബുദ്ധിശക്തിയും കിട്ടുന്ന അത്ഭുതം അവിടെ നടക്കുകയാണ്. വെളുപ്പിന് 4 മണി എന്ന് പറഞ്ഞാൽ കമ്പൽസറി അല്ലാത്ത നിസ്കാരം വെച്ചിരിക്കുന്ന സമയമോ അത് മനുഷ്യൻ്റെ തലച്ചോറിന് ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തി ഉണ്ടാകുന്ന സമയമാണ്. ഭാരതീയ പുരാണങ്ങൾ പറയുന്നു, ബ്രഹ്മമുഹൂർത്തേ ഉത്തിഷ്ഠേ. ബ്രഹ്മമുഹൂർത്തം വെളുപ്പിന് 4 AM തലച്ചോറിന് ഏറ്റവും ബുദ്ധി ഉണ്ടാകുന്ന സമയം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നീക്കങ്ങളനുസരിച്ച്, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെ നീക്കങ്ങളനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ മാറ്റമുണ്ടാകുന്ന സമയത്ത് പ്രാർത്ഥന കൊണ്ട് ഫിക്സ് ചെയ്തു പ്രവാചകൻ. തലച്ചോറിന് ഏറ്റവും ബുദ്ധി ഉണ്ടാകുന്ന സമയത്ത് പ്രാർത്ഥന കൊണ്ട് ഫിക്സ് ചെയ്തു പ്രവാചകൻ. 1400 കൊല്ലത്തിന് മുമ്പ് ഒരു MBBS പഠിച്ചിട്ടില്ലാത്ത പ്രവാചകൻ ഇത്ര ഗഹനമായി ഒരു മെഡിക്കൽ പ്രിൻസിപ്പിൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് ഡോക്ടർമാരെ അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ്. അമ്പരപ്പിക്കുന്ന സംഭവം. പ്രാർത്ഥനയുടെ സമയം ഫിക്സ് ചെയ്തു. പ്രാർത്ഥിക്കാൻ നേരം ലോകത്തിൽ എവിടെയാണെങ്കിലും പ്രാർത്ഥിക്കാം. മറ്റു മതങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രതിമ വേണം, വലിയ പ്രതിമ വേണം, അല്ലെങ്കിൽ ചിത്രങ്ങൾ വരച്ച് അതിന് മുമ്പിൽ വേണം, ഇല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് പ്രൊജക്ഷൻസ് വേണം, അതല്ലെങ്കിൽ വിശാലമായ ആരാധനാലയം വേണം, അതിന് കൊടിമരം വേണം, ഗോപുരം വേണം. പ്രവാചകൻ പറഞ്ഞു, ഇതൊന്നും ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കാൻ വേണ്ട. ഒരു വിഗ്രഹം ഉണ്ടാക്കണ്ട, ഒരു ചിത്രവും വരയ്ക്കണ്ട, ഒരു രൂപവും പ്രൊജക്റ്റ് ചെയ്യണ്ട, ദേവാലയത്തിന് ഗോപുരം വേണ്ട, ദേവാലയത്തിന് കൊടിമരവും വേണ്ട. എനിവേർ യു ക്യാൻ പ്രേ. നിങ്ങളും ദൈവവും തമ്മിൽ ഒരു തടസ്സവും വേണ്ട. ഞങ്ങളെപ്പോൾ ആളുകൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിന് കുളിർമ ഉണ്ടാകുന്ന അനുഭവമുണ്ട്. പെട്ടെന്ന് ബാങ്ക് വിളിക്കും. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മുസ്ലിങ്ങൾ പെട്ടെന്ന് നടുക്കോട്ട് വന്ന് മുട്ടുകുത്തി ഒരു നിസ്കാരം, ചെറിയൊരു തോർത്ത് വിരിച്ച് ഒരൊറ്റ നിസ്കാരം. മറ്റുള്ള മതക്കാർക്ക് പരസ്യമായി പ്രാർത്ഥിക്കാൻ എന്തൊരു നാണക്കേടാണ്. മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല. ഓടുന്ന ട്രെയിനിൽ മുട്ടുകുത്തി നിസ്കരിക്കുന്ന മുസ്ലിമിനെ കാണുമ്പോൾ മനസ്സിൽ വളരെ സന്തോഷമുണ്ടാവും. ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഒരു തടസ്സവും വേണ്ട, ഒരു മീഡിയവും വേണ്ട, ഒരു പ്രതിമയും വേണ്ട, ഒരു ചിത്രവും വേണ്ട. യു ക്യാൻ പ്രേ. ഇത് പ്രാർത്ഥനയുടെ വലിയ അത്ഭുതമാണ്. പരിശുദ്ധ പ്രവാചകൻ മനുഷ്യൻ്റെ പ്രാർത്ഥന അവൻ്റെ ജീവിത സാഹചര്യവുമായും പ്രപഞ്ചത്തിൻ്റെ സത്യവുമായും കൂട്ടി യോജിപ്പിച്ചു എന്നുള്ളതാണ് അതിഗംഭീരമായ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് പരിശുദ്ധ പ്രവാചകൻ 3ാമതൊരു സിസ്റ്റം ഉണ്ടാക്കി. അതാണ് നോമ്പ് അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്നത്. മറ്റു മതങ്ങൾക്കൊക്കെ ഉപവാസമാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ ലെസ്സർ ലൈഫ്, പൂർണ്ണതയില്ലാത്ത ജീവിതം എന്നാണ് ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം. പ്രവാചകന് ഉപവാസം എന്നുള്ള വാക്കെടുത്തില്ല, പ്രവാചകൻ നോമ്പ് എന്ന വാക്കെടുത്തു. ആ നോമ്പിന് ക്ലാസിക്കൽ അറബിയിൽ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന കാലം എന്നാണ് അർത്ഥം. എന്നാൽ കൊളോക്കിയൽ അറബിയിൽ വെയിലത്ത് നിന്ന് തണലത്തേക്ക് മാറി നിൽക്കുന്ന അവസ്ഥ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ക്ലാസിക്കൽ അറബിയിലാണെങ്കിലും കൊളോക്കിയൽ അറബിയിലാണെങ്കിലും ആ നോമ്പെന്ന വാക്കിന് ഭയങ്കര അർത്ഥമുള്ളൊരു വാക്കാണ്. അപ്പോൾ മറ്റു മതങ്ങൾ പറഞ്ഞു ഇറച്ചി തിന്നരുത്, മീൻ തിന്നരുത് എന്നൊക്കെ പറഞ്ഞു. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ തിന്നുന്ന ആഹാരത്തിലല്ല പ്രശ്നം, നിങ്ങൾ 12 മണിക്കൂർ സൂര്യനുദിച്ച് സൂര്യസ്തമിക്കുന്ന കാലം വരെ പട്ടിണി ഇരിക്കണം. ഒന്നും വെള്ളം പോലും അകത്തോട്ട് പോകരുത്. അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കണം. മറ്റു പല മതക്കാരും മുസ്ലിങ്ങളെ കളിയാക്കാൻ തുടങ്ങി. ഇതെന്തൊരു നോമ്പപ്പ, 12 മണിക്കൂർ പട്ടിണി ഇരിക്കുക, പിന്നെ ബിരിയാണി അടിച്ച് കയറ്റുക, ഇതെന്തൊരു നോമ്പെന്ന്. പക്ഷേ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചത് അമേരിക്കയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാരാണ്. ഈ റോക്കറ്റിൽ പോകുന്ന സമയത്ത് വെയ്റ്റ്ലെസ്നെസ്സാണ്, ഗ്രാവിറ്റി ഇല്ലല്ലോ. അതുകൊണ്ട് മനുഷ്യനിങ്ങനെ ഒഴുകി നടക്കും. നമുക്ക് ഇരുന്നൊരു മേശപ്പുറത്ത് ആഹാരം കഴിക്കാൻ പറ്റില്ല. കാര്യം ആഹാരം ഇങ്ങോട്ട് എടുത്ത ഉടനെ ആഹാരം പറന്നങ്ങ് പോകും. അതുകൊണ്ട് റോക്കറ്റിൽ പോകുന്ന ആളുകൾക്ക് ഈ ആഹാരം ഒരു കുഴലിനകത്ത്, ഇതിനകത്ത് നിറച്ചിട്ട് കുഴലിനകത്ത് കയറ്റി ഞെക്കി വായ്ക്കകത്താക്കി ഭക്ഷിക്കണം. അപ്പോൾ ഈ യന്ത്രത്തിനെങ്കിലും എന്തെങ്കിലും കേട് വന്നാൽ ഈ ആൾ പട്ടിണി കിടന്ന് മരിച്ചു പോകും റോക്കറ്റിനകത്ത്. അപ്പോൾ അങ്ങനെ പട്ടിണി കിടക്കേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും?
ഇത് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തി. അപ്പോഴാണ് അത്ഭുതകരമായൊരു രഹസ്യം കണ്ടെത്തിയത്. 11.5 മണിക്കൂർ ഒരു മനുഷ്യൻ പട്ടിണി ഇരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ തലച്ചോറ് കുടലിലേക്കൊരു സന്ദേശം അയക്കും. കാരണം ഈ ആൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോവുകയാണെന്നും തലച്ചോറ് തെറ്റിദ്ധരിച്ച ശേഷം ഒരു മെസ്സേജ് കുടലിലോട്ട് കൊടുക്കും, ഇവൻ ചാവാൻ പോവാണ്, അതുകൊണ്ട് ഇവനെ രക്ഷിക്കണം. അപ്പോൾ കുടലിൻ്റെ ഇന്നർ ലൈനിങ് പെരിറ്റോണിയം എന്ന് പറയും. ആ പെരിറ്റോണിയത്തിനകത്ത് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പക്ഷേ മൈക്രോസ്കോപ്പിക് ക്രാക്ക് വീഴും. എന്നിട്ട് അതിനകത്തൂടെ കുടലിനകത്തോട്ടൊരു എൻസൈം ഊർന്നിറങ്ങും. അത് ശരീരം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരീരത്തിന് അത്ഭുതകരമായ ശക്തിയും അത്ഭുതകരമായ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി, രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്ന ഒരു ഫിനോമിനൻ ശരീരത്തിലുണ്ടാവും. 11.5 മണിക്കൂർ പട്ടിണിന്നേ പറ്റുള്ളൂ. അതുവരെ അതിനിടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോയി. അപ്പോൾ അങ്ങനെ 11.5 മണിക്കൂർ പട്ടിണി ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന ഈ അത്ഭുതം അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. അപ്പോൾ ശരിക്ക് സൂര്യോദയം മുതൽ സൂര്യാസ്തമനം പട്ടിണി ഇരുന്നാൽ സംഭവിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ, അവൻ്റെ ശരീരം പെട്ടെന്ന് ഈ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം അലർട്ട് ചെയ്യുന്ന എൻസൈംസ് കുടലിലേക്ക് ഊർന്നിറങ്ങും. അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന് രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുകയും ഓർഡിനറി ഇൻഫെക്ഷൻസ് തടയാനുള്ള കപ്പാസിറ്റി കിട്ടുകയും ചെയ്യും. ഇനി അങ്ങനെയുള്ള കപ്പാസിറ്റി കിട്ടുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ചില പ്രത്യേക രോഗങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് ക്യാൻസർ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി കുറയുമ്പോൾ ശരീരത്തിലെ സെൽ ഡിവിഷൻ അൺകൺട്രോൾഡ് ആകുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവമാണ് ഈ ക്യാൻസർ. ശരിക്കും നോമ്പ് നോക്കുന്നൊരു മുസ്ലിമിന് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ RCCയിൽ പോയി ഏറ്റവും കുറവ് ക്യാൻസർ വരുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ ഡോക്ടർമാർ എപ്പോഴും പറഞ്ഞുതരും, നെറ്റിയിൽ താഴമ്പുള്ള മുസ്ലിം വളരെ അപൂർവമായിട്ട് ക്യാൻസർ പിടിച്ച് റീജിയണൽ ക്യാൻസർ സെൻ്റർ ചെല്ലാറുള്ളൂ. ഹെറിഡിറ്ററി ക്യാൻസർ ഉണ്ട്, തടയാൻ പറ്റത്തില്ല. അപ്പനും വല്യപ്പനും എല്ലാം ഒരേ ക്യാൻസർ വരികയാണെങ്കിൽ, സ്ത്രീകളുടെ പല തലമുറ ബ്രസ്റ്റ് ക്യാൻസർ വന്നുകൊണ്ടിരിക്കുന്ന തലമുറയാണെങ്കിൽ ഹെറിഡിറ്ററി ക്യാൻസർ വരും. അല്ലാതെ ജീവിതചര്യ കൊണ്ടുണ്ടാകുന്ന ക്യാൻസറുകളുണ്ടല്ലോ, ആ ക്യാൻസർ വളരെ അപൂർവമായിട്ട് നെറ്റിയിൽ താഴമ്പുള്ള നോമ്പ് നോക്കുന്ന ഒരു മുസ്ലിമിന് വരികയുള്ളൂ. എയ്ഡ്സ് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസിയാണ് എയ്ഡ്സ്. ആ ഇമ്മ്യൂണിറ്റി ശക്തിപ്പെടുന്നതുകൊണ്ട്, നോമ്പ് നോക്കുമ്പോൾ ശക്തിപ്പെടുന്നതുകൊണ്ട് സാധാരണ ഒരു എയ്ഡ്സ് പിടിക്കുകയില്ല. എന്ന് പറഞ്ഞ് മോശം പെണ്ണുങ്ങളോടൊക്കെ പോയാൽ പിടിക്കുകയോ അത് വേറെ കാര്യമെങ്കിലും, ഈ അല്ലാതുള്ള എയ്ഡ്സ് ഉണ്ട്, ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞുണ്ടാകുന്ന എയ്ഡ്സ്, ആ എയ്ഡ്സ് ഉണ്ടാവില്ല നോമ്പ് നോക്കുന്ന ഒരു മുസ്ലിമിന്. 1400 കൊല്ലത്തിന് മുമ്പ് ഒരു MBBS പഠിക്കാത്തൊരു പ്രവാചകൻ എങ്ങനെ ഇങ്ങനൊരു മെഡിക്കൽ പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചു എന്ന് ഡോക്ടർമാർ അമ്പരന്ന് പോവുകയാണ്. അത്ഭുതകരമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ കറക്റ്റ് റംസാൻ നോമ്പ് നോക്കും. മുസ്ലിമൊന്നുമല്ല, സത്യക്രിസ്ത്യാനിയാണ്. എൻ്റെ അനിയൻ ജേക്കബ് എഞ്ചിനീയറാണ്, നല്ല പോലെ റംസാൻ നോമ്പ് നോക്കും. എൻ്റെ അനുജൻ്റെ ഭാര്യ MD ഡോക്ടറാണ്, തിരുവനന്തപുരം സെക്രട്ടറിയിലെ ചീഫ് മെഡിക്കൽ ഡോക്ടറാണ്. പക്ഷേ കറക്റ്റായിട്ട് റംസാൻ നോമ്പ് നോക്കും. അപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ അനിയനും എൻ്റെ സിസ്റ്ററിലൊക്കെ നോമ്പ് നോക്കുന്നത് അതിൻ്റെ മെഡിക്കൽ തത്വം മനസ്സിലാക്കിയതുകൊണ്ടാണ്. മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് തന്നെ അവരും നോമ്പ് ആചരിക്കാം. എനിക്കിത് ആചരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ 2-3 ദിവസം പിടിച്ചിരിക്കും, 4-ാം ദിവസം ഞാൻ കഴിച്ചു. എന്നെ കൊണ്ട് നിവർത്തിയില്ല, 12 മണിക്കൂർ പട്ടിണി ഇരിക്കാൻ വയ്യ. പക്ഷേ അതിൻ്റെ മെഡിക്കൽ പ്രിൻസിപ്പിൾ വളരെ ശ്രേഷ്ഠമാണ്. ഒരുപാട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും റംസാൻ നോമ്പ് നോക്കുന്നുണ്ട്. അതിൻ്റെ മെഡിക്കൽ പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയിട്ട് നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ഭാഗമായി നോമ്പ് ഫിക്സ് ചെയ്തപ്പോൾ പരിശുദ്ധ പ്രവാചകൻ അത്ഭുതകരമായൊരു പ്രിൻസിപ്പിൾ അതിൻ്റെ ഭാഗമായി ചേർത്ത് നമുക്ക് തന്നിരിക്കുകയാണ്. ഈശ്വരവിശ്വാസവും പ്രാർത്ഥനയും വളരെ സിംപിളിസ്റ്റിക്കായി മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമായി വ്യാഖ്യാനിച്ച് വിപ്ലവകരമായ മാറ്റം വരുത്തി പ്രവാചകൻ. 4-മതായി പ്രവാചകൻ ചെയ്തത് മതപരമായ ആഘോഷങ്ങൾക്ക് കൊടുത്ത രൂപാന്തരമാണ്. ആണ്ടിൽ 2 ഈദ് വരും. ആ ഈദിന് ആഘോഷിക്കാൻ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ഒരു മൃഗങ്ങളെ നിങ്ങൾ എഴുന്നള്ളിക്കണ്ട, നിങ്ങളൊരു വെടിക്കെട്ട് നടത്തണ്ട, കരിയും കരിമരുന്നൊന്നും വേണ്ട. മൃഗങ്ങൾ എഴുന്നള്ളിക്കാനാണെങ്കിൽ പരിശുദ്ധ പ്രവാചകൻ ഉത്തരവിട്ടാൽ അറബി ദേശത്തെ ഒട്ടകങ്ങളെല്ലാം വരട്ടെ മാർച്ചിനെന്ന് പറഞ്ഞാൽ 15,000 ഒട്ടകം വന്നതിനായിരുന്നു മാർച്ചിന്. നമ്മൾ ആനയെ എഴുന്നള്ളിക്കാൻ ഒട്ടകത്തെ എഴുന്നള്ളിച്ചൂടെ? പ്രവാചകൻ പറഞ്ഞു, മൃഗങ്ങൾ എഴുന്നള്ളിക്കുകയല്ല മനുഷ്യൻ്റെ ഫെസ്റ്റിവൽ. മനുഷ്യൻ്റെ ഫെസ്റ്റിവലിന് വെടിമരുന്ന് പൊട്ടിക്കുകയല്ല വേണ്ടത്. മനുഷ്യൻ്റെ ഫെസ്റ്റിവലിന് നിങ്ങൾ ഇത് ആഘോഷിക്കണമെങ്കിൽ മധുരം ഉണ്ടാക്കി ആ മധുരം കൊണ്ടുപോയി അയലോകത്തെ ജനങ്ങളെ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി ഒന്ന് സന്തോഷിപ്പിച്ച ശേഷം നിങ്ങൾ വന്ന് നോമ്പാചരിക്കുക, ഈദ് ആഘോഷിക്കുക. ആ ഈദ് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി മനുഷ്യർ ഈ മധുരം കൊടുക്കാൻ തുടങ്ങി. ഈജിപ്തിലും എത്യോപ്യയിലും ഒക്കെ മനുഷ്യർക്ക് മധുരം എന്നുള്ള വാക്കാണ് ഹലാവ. അവർ ഹലാവ ഉണ്ടാക്കി മനുഷ്യരെ കൊണ്ട് കൊടുത്ത് സന്തോഷിപ്പിച്ച് തിരിച്ചു വരും. ആ ഹലാവ കേരളത്തിൽ വന്ന് നമ്മളതിനെ ഹൽവയാക്കി മാറ്റി
അങ്ങനെ ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഹൽവ കോഴിക്കോടൻ ഹൽവയും പൊന്നാനി ഹൽവയാണ്. ഇപ്പോൾ ഈജിപ്തുകാരനോ എത്യോപ്യക്കാരനോ ഹൽവ തിന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം ഹൽവ. അതാണ് ഹൽവയ്ക്കുണ്ടായ രൂപാന്തരം. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമൊക്കെ മധുരം എന്ന വാക്ക് അവരുടെ ഭാഷയിൽ അത് ജിലേബ് എന്നാണ് വാക്ക്. അവർ ജിലേബ് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. ആ ജിലേബ് ഇന്ത്യയിൽ വന്നപ്പോൾ ജിലേബി എന്നായി. മധുരം കൊടുത്തിട്ട് ദൈവത്തെ ഉത്സവം ആഘോഷിച്ചാണ്. തുർക്കികൾ പറഞ്ഞു, മധുരം മാത്രം കൊടുത്തിട്ട് എന്ത് കാര്യം, വയറ് നിറയണ്ടേ. തുർക്കികൾ ഈദ് ആഘോഷിക്കാൻ വേണ്ടി ആട്ടിറച്ചിയും ചോറും കൂടെ ചേർത്തൊരു സാധനം ഉണ്ടാക്കി. അതിനെ അവർ വിളിച്ച പേരാണ് ഈദ് അൽ ബിരിയാം. തുർക്കി ഭാഷയിൽ ബിരിയാം എന്ന് പറഞ്ഞാൽ സന്തോഷം, ഈദിൻ്റെ സന്തോഷം, ഈദ് അൽ ബിരിയാം. അങ്ങനെ ഈദ് അൽ ബിരിയാം ബോംബെയിലെത്തിയപ്പോൾ അത് ബിരിയാമിയായി. കേരളത്തിൽ വന്നപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനം ആണി അതിൻ്റെ കൂടെ ചേർത്ത് അങ്ങനെ ബിരിയാണി എന്നാക്കി മാറ്റിക്കളഞ്ഞു. നല്ലൊരു വാക്കിനെ, സന്തോഷം എന്നുള്ള വാക്കിനകത്ത് ആണി ചേർക്കാൻ മലയാളിക്കല്ലാതെ വേറെ ആർക്കുണ്ടെങ്കിലും പറ്റുക. അങ്ങനെ തുർക്കികൾ ഈദ് ആഘോഷിക്കാൻ വേണ്ടി ആട്ടിറച്ചിയും ചോറും ഉപയോഗിച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയത്. മലയാളികൾ എന്ത് ചെയ്തു, എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തുടങ്ങി. അവൻ കപ്പ ബിരിയാണി, ചക്ക ബിരിയാണി, മീൻ ബിരിയാണി. ഇന്നാളെ ഞാൻ വടക്കോട്ട് പോയ സമയത്ത് രാത്രി 9 മണി കഴിഞ്ഞ് പോയി. ഹോട്ടൽ അടച്ചു പോലെ എന്ന് വെച്ചൊരു ഹോട്ടലിൽ കയറി. ഞാൻ ഇവിടെ ഉണ്ടെന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു വെണ്ടയ്ക്ക ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. തുർക്കികൾ പോലും സ്വപ്നം കണ്ടുണ്ടാവില്ല വെണ്ടയ്ക്ക ബിരിയാണി ഉണ്ടാക്കാം. അത് മലയാളികളുടെ പരിപാടിയാണ്. അപ്പോൾ മനുഷ്യന് വരുന്ന വെച്ചാൽ ആഹാരം കൊടുക്കുക, അവന് മധുരം കൊടുക്കുക. അങ്ങനെ വേണം മതപരമായ ആഘോഷങ്ങൾ നടത്താൻ. അല്ലാതെ ആനയെ കൊണ്ടൊന്ന് ഉത്സവം നടത്തി അതിൻ്റെ ആന പിണങ്ങി 4 ചവിട്ടിക്കൊന്ന് വെടിക്കെട്ട് നടത്തി വെടി പൊട്ടി 102 ചാവുക, ഇങ്ങനെയൊക്കെയാണോ ഉത്സവം? പ്രവാചകൻ പറഞ്ഞ് പാടില്ല. മതപരമായ ഉത്സവം മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന, അവൻ്റെ ആഹാരം പരിപോഷിപ്പിക്കുന്ന ഒന്നായിരിക്കണം ആഘോഷം. ഈദ് ആഘോഷിക്കാൻ വേണ്ടി പരിശുദ്ധ പ്രവാചകൻ 12 നിയമം ഉണ്ടാക്കി. ഓരോ നിയമവും എത്ര ശ്രദ്ധേയമാണെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഈദ് ആഘോഷിക്കാൻ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, മേൽക്കൂരയുള്ള ഒരു സ്ഥലത്തും ഈദ് ആഘോഷിച്ചേക്കരുത്. ഈദ് ഗാഹിൽ പോയി, ഓപ്പൺ സ്പേസിൽ പോയി ഈദ് ആഘോഷിച്ചോണം. അള്ളാഹു മനുഷ്യനും തമ്മിൽ ഒരു ബാരിയറും പാടില്ല, ഒരു തടസ്സവും പാടില്ല. റൂഫുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഈദ് ആഘോഷിക്കരുത്. മനുഷ്യൻ നേരെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നോ ബാരിയേഴ്സ് ഇൻ ബിറ്റ്വീൻ. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ഈദ് ആഘോഷിക്കണമെങ്കിൽ മണ്ണിൽ ചവിട്ടുന്ന ഈദ് ആഘോഷിക്കണം. ഒരു ചെരുപ്പും കാലിലെങ്ങും പാടില്ല. മനുഷ്യൻ മണ്ണാണ്, അവൻ മണ്ണിലേക്ക് പോകും. ആ മണ്ണിൽ ചവിട്ട് നിന്നിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവൻ ഈദിന് പ്രാർത്ഥിക്കാൻ. വേറും മണ്ണിൽ ചവിട്ടി വേണം അവൻ പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ഈദ് ആഘോഷിക്കാൻ പോകുമ്പോൾ ആ പോകുന്ന വഴി കൂടെ തിരിച്ചു വരരുത്. പോകുന്ന വഴി കൂടെ തിരിച്ചു പോയവൻ തന്നെ തിരിച്ചു വന്നേ. ഈദ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാൻ ഷുഡ് ബി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ആസ് എ ന്യൂ ഹ്യൂമൻ ബീയിങ്. അതുകൊണ്ട് ഒരു വഴി കൂടെ ഈദിന് പോയാൽ വേറൊരു വഴി കൂടെ കറങ്ങിയിട്ടേ വീട്ടിലെത്താവൂ. ഹി ഷാൽ ബി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ്. ഈദ് ആഘോഷിക്കാൻ പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കിയ 12 നിയമങ്ങൾ വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്തൊരു ശാസ്ത്രീയമായ, എന്തൊരു ഒരു വ്യക്തമായ പ്രിൻസിപ്പിളിലാണ് ഒരു ഈദ് ആഘോഷിക്കാൻ പരിശുദ്ധ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചത്. ലോകത്തിലേതെങ്കിലും മതം ഇങ്ങനെ സിംപ്ലിസ്റ്റിക്കായി മറ്റാർക്കും പരിക്ക് പറ്റാത്ത സന്തോഷിപ്പിക്കുന്നൊരു ഉത്സവം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് ഈദ് ആഘോഷിക്കാൻ പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കിയ 12 നിയമങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. മതത്തിൻ്റെ ആഘോഷങ്ങൾക്ക് പ്രവാചകൻ മാറ്റം വരുത്തി. 5-മതായി പരിശുദ്ധ പ്രവാചകൻ ചെയ്തത് വളരെ ശ്രദ്ധേയമായ ഒരു തത്വമാണ് മനുഷ്യാവകാശം. മനുഷ്യനായി ഭൂമിയിൽ മറ്റുള്ളവരെ കാണണം, ഉച്ചനീചത്വങ്ങൾ പാടില്ല. പരിശുദ്ധ പ്രവാചകൻ ആ മനുഷ്യത്വം എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ചു. പരിശുദ്ധ പ്രവാചകന് ശിഷ്യന്മാരിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു യഹൂദൻ മരിച്ചവൻ്റെ ഡെഡ് ബോഡി ഇങ്ങനെ വരികയാണ്. പരിശുദ്ധ പ്രവാചകൻ നേരെ പോയി തലക്കെട്ടെടുത്ത് മാറ്റി അതിനെ വണങ്ങി ശേഷം തിരിച്ചു വന്നു. അബൂബക്കർ 1-ാമത്തെ ഖലീഫയാണ്. അദ്ദേഹം ചോദിച്ചു, എന്ത് കാണിച്ച അതൊരു യഹൂദൻ്റെ ഡെഡ് ബോഡിയല്ലേ, അതിനെ പോയി വന്ദിക്കുമോ? പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, അബൂബക്കറെ, അതൊരു യഹൂദൻ്റെ ഡെഡ് ബോഡി അല്ല, ഒരു മനുഷ്യൻ്റെ ശവശരീരമാണ്. അതിനെ ബഹുമാനിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, മനുഷ്യനെ ബഹുമാനിക്കണം. ഇന്നൊരു ശവശരീരം പോകുമ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ വണ്ടിയും കൊണ്ട് വന്നാൽ സബ് ഇൻസ്പെക്ടർ വണ്ടി നിർത്തി ഇറങ്ങി അതിന് ഉപചാരം അർപ്പിക്കും. വെട്ടി ഞുറുക്കി ഒരു ശരീരം കിടക്കുകയാണ്. ഞങ്ങളവിടെ പോയി ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ചെല്ലുമ്പോൾ ആദ്യം ഞങ്ങൾ തൊപ്പി പൊക്കി ബോഡിയെ വന്നിച്ച ശേഷം തിരിച്ച് തൊപ്പി വെച്ചിട്ടേ തുടങ്ങുള്ളൂ പരിപാടി. ശവശരീരത്തെ വന്നിക്കാൻ പോലീസിനെ പഠിപ്പിച്ചത് പരിശുദ്ധ പ്രവാചകനാണ്. പരിശുദ്ധ പ്രവാചകൻ തലക്കെട്ടെടുത്ത് ശവത്തെ വന്നിച്ചതാണ് പോലീസിനെ പഠിപ്പിച്ച സംഭവം.
ബാച്ചുകളായുള്ള സബ് ഇൻസ്പെക്ടർമാർക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പം ശവശരീരത്തെ വന്ദിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ച എങ്ങനെയാണെന്ന് ഈ കേരളത്തിലെ മുഴുവൻ SI-മാരെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ശവശരീരത്തെ വന്ദിക്കണം. മരിച്ചു കഴിഞ്ഞാൽ പോലും മനുഷ്യാവകാശങ്ങൾ അവർക്ക് ഉറപ്പുള്ളതാണ്. പരസ്യ പ്രവാചകനെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി പ്രവാചകൻ. അമ്മ വീട്ടുകാരെല്ലാം കൂടെ കല്ലെറിഞ്ഞ് പ്രവാചകന് പരിക്ക് പറ്റി, രക്തം ഒലിച്ചുകൊണ്ടൊരു മരത്തിന് ചോട്ടിപ്പോയി നിൽക്കുകയാണ് പ്രവാചകൻ. അപ്പോൾ ദൈവത്തിൻ്റെ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. പ്രവാചക, ഇവരെ അങ്ങ് സംഹരിച്ചേക്കട്ടെ എന്ന് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു അങ്ങ് പരമകാരുണികനാണ്, അങ്ങ് കരുണയാണ് കാണിക്കേണ്ടത്. ഇവർക്കിപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് അവരെന്നെ കല്ലെറിഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഏതാനും വർഷത്തിന് ശേഷം അവർക്ക് സത്യമൊക്കെ മനസ്സിലാവും, അവരിഞ്ഞ് വന്നോളൂ എന്ന് പറഞ്ഞു. മാലാഖ ചോദിച്ചപ്പോൾ സാധാരണ മനുഷ്യനാണെങ്കിൽ അവന്മാരെല്ലാം ഒന്ന് ശരിയാക്കേക്കാൻ പറഞ്ഞതിനായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, നോ, പരമാവനായ അള്ളാഹു കരുണ വേണം മനുഷ്യനോട് കാണിക്കാൻ. അവർ കുറച്ച് കഴിയുമ്പോൾ സത്യം മനസ്സിലാകുമ്പോൾ തിരിച്ചു വന്നോളും, മനുഷ്യത്വപരമായി അവരോട് ഡീൽ ചെയ്യാൻ പറഞ്ഞു. പരസ്യ പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ചെയ്തൊരു പ്രസംഗമുണ്ട്. ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ അത് വായിക്കണം. മനുഷ്യത്വത്തിൻ്റെ പരമകാരുണ്യ ഭാവമാണ്. അറബിയെന്നോ അറബി അല്ലാത്തവനെന്നോ, വെളുത്തവനെന്നോ കറുത്തവനെന്നോ, ഉന്നതകുല ജാതനെന്നോ ഉന്നതകുല ജാതൻ അല്ലെന്നോ ഉള്ള ഭൂമിയിൽ മനുഷ്യൻ്റെ യാതൊരു ക്ലാസിഫിക്കേഷനും മനുഷ്യനും തമ്മിൽ പാടില്ല. എല്ലാവരും തുല്യരാണ്. ലോകത്തിൽ ആദ്യമായി മനുഷ്യർ തുല്യരാണെന്ന വലിയ തത്വം ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാവുന്നതിന് ഒരു 1200 വർഷത്തിന് മുമ്പ് പ്രവാചകൻ്റെ ഫെയർവെൽ സ്പീച്ചാണ്. സ്വർഗാരോഹണം ചെയ്യാൻ പാടില്ല, അതിന് മുമ്പ് ലാസ്റ്റ് പ്രവാചകൻ്റെ പ്രസംഗമാണ്. ഒരു തരത്തിലുള്ള ഉച്ചനീയത്വങ്ങളും മനുഷ്യർ തമ്മിൽ പാടില്ല. നിങ്ങൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കണം. അത് പറഞ്ഞിട്ടാണ് പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്തത്. ലോകത്തിലെ എല്ലായിടത്തും ജാതി ഇന്ത്യ ഉണ്ടാക്കി. ഈജിപ്തുകാർക്ക് 4 ജാതി, ബാബിലോണുകാർക്ക് 4 ജാതി. കേരളത്തിൽ ഇന്ത്യയിലെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നൊരു പഞ്ചവൻ, 5 ഗ്രൂപ്പാണ്. ചൈനക്കാർക്ക് 4 ജാതി. പ്രവാചകൻ പറഞ്ഞു, ജാതി എന്നൊരു സാധനം പാടില്ല. ഇന്നിവിടെ പ്രാർത്ഥനയിൽ പറഞ്ഞ ഭാഗമാണത്. പ്രവാചകൻ പറഞ്ഞ്, നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഒരേ ആദത്തിൻ്റെയും അവയുടെയും സന്ധി പരമ്പരകളിൽ ഭൂമിയിലെ മനുഷ്യർ മുഴുവൻ, അതിനകത്ത് യാതൊരു വ്യത്യാസവും ഈശ്വരൻ കൽപ്പിച്ചിട്ടില്ല. ഏകോദര സഹോദരങ്ങളോട് ജീവിക്കണം. പിന്നെ നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ചില ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങളെല്ലാം ഒരപ്പൻ്റെ അമ്മയുടെ മക്കളാണെന്ന് നിങ്ങൾ ധരിച്ചു കൊള്ളണം. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതാണ് പ്രവാചകൻ ഫെയർവെൽ സ്പീച്ചിൽ പഠിപ്പിച്ചത്. എല്ലാ മനുഷ്യരും തുല്യരാക്കി. ഇസ്ലാം ഈജിപ്തിൽ ചെല്ലുമ്പോൾ 4 കക്ഷിയുള്ളൊരു ഗ്രൂപ്പായിരുന്നു, 4 ജാതി ഉണ്ടായിരുന്നു. ഇസ്ലാം ഈജിപ്തിലെ ജാതികളെ തുടച്ചു നീക്കി. ഇന്ന് ഈജിപ്തിലെ ഫറോ രാജാവിൻ്റെ സന്ധി പരമ്പരപ്പെട്ട ആരാണ്, അവിടുത്തെ അടിമകളുടെ സന്ധി പരമ്പപ്പെട്ട ആരാണെന്ന് ഈജിപ്തിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റില്ല. ബാബിലോണിൽ 4 ജാതി ഉണ്ടായിരുന്നു. ബാബിലോണിലെ 4 ജാതികളും തുടച്ചു നീക്കി, എല്ലാവരും തുല്യരാക്കി. ഇന്ത്യയിൽ 4 വർണ്ണങ്ങളും 800 ജാതികളും 8000 ഉപജാതിയുമുള്ള ഒരു സമൂഹമായിരുന്നു ഇന്ത്യ. ഇന്ത്യയിൽ ഇസ്ലാം വന്നു. ഇസ്ലാം മതം എന്തുണ്ടായി? ജാതി ചിന്ത തുടച്ചു നീക്കി. ഇന്ന് ഒരു മുസ്ലിം ബ്രാഹ്മണൻ പണ്ട് വേദം ചേർന്നവനാണോ, ശൂദ്രൻ വേണ്ടത് ചേർന്നവനാണോ, SC വേദം ചേർന്നവൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ജാതിയില്ല. ഒരിക്കൽ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാണ്. മഹാനായ ഹറൂൺ അൽ റഷീദ് ഉമായത് കാലിഫേറ്റിൻ്റെ, അബ്ബാസിഡ് കാലിഫേറ്റിൻ്റെ വലിയ റൂളറാണ്. AD 780 മുതൽ 808 വരെ ഭരിച്ചിരുന്ന ആൾ. അദ്ദേഹം പള്ളിയിൽ പ്രാർത്ഥിക്കാൻ ചെന്ന് അങ്ങോട്ട് മുട്ടുകുത്തുകയും അവിടെ നിന്ന് ആൾ ചാടിയും കഴിഞ്ഞിട്ട്, കാരണം അവിടെ തൊട്ടടുത്ത് മുട്ടുകുത്തിയിരുന്ന ആൾ ബാർബറായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഷേവ് ചെയ്യുന്ന ബാർബറാണ്. ചാടി എഴുന്നേറ്റ് ഹറൂൺ അൽ റഷീദ് ചോദിച്ചു, നീ എന്താണ് ചാടി എഴുന്നേക്കുന്നത്? അയ്യോ, ചക്രവർത്തിയുടെ കൂടെ ഞാൻ മുട്ടുകുത്താനോ? ഹറൂൺ റഷീദ് ചോദിച്ചു, എന്തോ ചക്രവർത്തിയുടെ? അല്ലാഹുവിൻ്റെ മുമ്പിൽ നീ ഞാൻ ഒന്നാ. ഞാനിപ്പോൾ എനിക്കൊരു ജോലി ചക്രവർത്തിയായിട്ട് ദൈവം തന്നിരിക്കുന്നു, നീ ബാർബർ. അതുകൊണ്ട് എന്താണ്, തൊഴിലനുസരിച്ച് മനുഷ്യനെ വേർതിരിക്കാനോ? പാടില്ല. നമ്മളെല്ലാവരും തുല്യരാണ്. ഹറൂൺ അൽ റഷീദും ബാർബറും തൊട്ടപ്പുറത്തും മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഇസ്ലാം പള്ളിയിൽ. കാര്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്തോ ചക്രവർത്തി, എന്തൊരു ബാർബർ. ക്രിസ്തുമതം ഇവിടെ വന്നു. ക്രിസ്തുമതത്തിൽ ഓരോരുത്തർ കുടുംബവും പറയും, ഞങ്ങൾ ബ്രാഹ്മണൻ വേദം, ഞങ്ങൾ നായർ വേദം ചേർന്നാണ്, ഇവൻ പുലേ ക്രിസ്ത്യാനിയാണ്, മറ്റവൻ മൂക്രിയാണ്, ബാക്രിയാണെന്നൊക്കെ പറയും. ഇസ്ലാമിൽ പാക്രിയില്ല, പൂക്രിയില്ല. ഏത് ജാതിയിൽ നിന്നാണ് ഇവൻ ഇസ്ലാമിൽ ചേർന്നതെന്ന് ഒരു കുടുംബവും കണക്ക് സൂക്ഷിക്കുന്നില്ല. ചൈനയിലെ ഉഗ്യൂർ പ്രോവിൻസിൽ ഇസ്ലാം പിടിച്ചെടുത്തു. ഉഗ്യൂർ പ്രോവിൻസിൽ പണ്ടത്തെ മംഗോളിയൻ ആരാണ്, പണ്ടത്തെ മാഞ്ചു ആരാണ്, പണ്ടത്തെ
ചിങ് ഡൈനാസ്റ്റിപ്പെട്ടവൻ ആരാണെന്ന് ഒന്നും അറിഞ്ഞൂടാ. ഈക്വലൈസ്ഡ്, ജാതി വ്യവസ്ഥ ഇല്ലാതാക്കി, മനുഷ്യർ തമ്മിലുള്ള വേർതിർത്തി ഇല്ലാതാക്കി ഇസ്ലാം ഏതൊക്കെ രാജ്യത്തിൽ പോയിട്ടുണ്ടോ അവിടെ ഒരു ജാതിയില്ല. എവരിബഡി ഈസ് ഈക്വൽ. ഇതാണ് ഇസ്ലാമിൻ്റെ അത്ഭുതം. പരിശുദ്ധ പ്രവാചകൻ്റെ ഒരു അത്ഭുതമാണ്. മനുഷ്യാവകാശങ്ങൾ പരിപാലിച്ചു. ഇനി മനുഷ്യാവകാശങ്ങൾ പരിപാലിച്ചതുപോലെ തന്നെ താഴ്ന്ന ജീവികളുടെ മനുഷ്യാവകാശം വരെ അദ്ദേഹം സംരക്ഷിച്ചു കൊടുത്തു. ബദർ യുദ്ധം നടക്കുകയാണ്, സൈന്യം പോവുകയാണ്. അപ്പോൾ ഒരു പട്ടി പ്രസവിച്ചിറക്കാണ്, ഒരു നായ പ്രസവിച്ചിറക്കാണ്. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു സൈന്യം വഴിമാറിപ്പോകാൻ പറഞ്ഞു. ആ മൃഗം പ്രസവിച്ച് കിടക്കുമ്പോൾ അതിൻ്റെ ശല്യം ഉണ്ടാക്കാൻ പാടില്ല. സൈന്യം വഴിമാറിപ്പോകാൻ തുടങ്ങി. അപ്പോഴും പ്രവാചകൻ അറിയാം, ഈ പോലീസിൻ്റെ സ്വഭാവം അറിയാം. ഈ പോലീസിനും പട്ടാളത്തിന് യൂണിഫോമും കാലേ ഒരു ഷൂസും കിട്ടിയാലുണ്ടല്ലോ എന്തിനേയും തൊഴിച്ച് കളയും. അതാണ് പോലീസിൻ്റെ സ്വഭാവം. ഇവൻ തൊഴിക്കുമെന്നുള്ള അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം 2 പട്ടാളക്കാരെ അവിടെ കാവൽ നിർത്തി. ആ പട്ടിക്കൊന്നും പറ്റാതെ നോക്കിക്കോണം, എല്ലാ സൈന്യം പോയി കഴിഞ്ഞാൽ നിങ്ങൾ 2 ഇനി വരാമെന്ന് പറഞ്ഞു. മൃഗത്തിന് പോലും സംരക്ഷണം, മൃഗത്തിന്, മനുഷ്യന് മാത്രമല്ല മൃഗത്തിന്. പ്രവാചകൻ പറഞ്ഞ രസകരമായ കഥയുണ്ട്. ഒരു വേശ്യസ്ത്രീ സ്വർഗത്തിൽ പോയ കഥയാണ്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പട്ടി ഒരു കിണറിൻ്റെ ചുറ്റും കിടന്ന് ഓടുന്നു. കുറച്ച് കഴിഞ്ഞ് ദാഹിച്ച് വെള്ളം കിട്ടാതെ അതിങ്ങനെ തളർന്നങ്ങ് വീണ്. അപ്പം അതുവഴി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് വന്നു. ആ പ്രോസ്റ്റിറ്റ്യൂട്ട് സ്വർഗത്തിൽ ചെന്നപ്പം അള്ളാഹു പറഞ്ഞു കയറിപ്പൊക്കോളാൻ പറഞ്ഞു. മലക്ക് പറഞ്ഞു അള്ളാഹു ഈ സ്ത്രീ ഭൂമിയിലൊരു പാപനിയായ സ്ത്രീയാണെന്ന് അങ്ങേക്ക് അറിഞ്ഞൂടെ, അങ്ങനെയാണ് ഈ സ്ത്രീ കയറിപ്പോകാൻ പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു വിവരം അറിയാതെ മലക്കെ സംസാരിക്കരുത്, ഞാൻ നിന്നോട് കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. കിണറിൻ്റെ തീരത്ത് പട്ടി കുഴഞ്ഞു വീണപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്യുന്നറിയാമോ? ആ സ്ത്രീ തൻ്റെ വസ്ത്രത്തിന് കുറേ ഭാഗം വലിച്ച് കീറി ഒരു കയറ് പോലെ ഉണ്ടാക്കി ഷൂസ് കെട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി. ഒരു ഷൂസ് വെള്ളം പട്ടിയുടെ വായിൽ ഒഴിച്ചു കൊടുത്തു. പട്ടി കുറച്ച് ജീവനൊക്കെ വീണ് നിന്ന്. 2ാമതൊരു ഷൂ ഒഴിച്ചു കൊടുത്തു. 3ാമതൊരു ഷൂ ഒഴിച്ചു കൊടുത്തു. 3 ഷൂസ് നിറച്ച് വെള്ളം കിട്ടിയപ്പം പട്ടി എഴുന്നേറ്റ് വാലാട്ടിയിട്ട് പോയി. പട്ടി ആയതുകൊണ്ട് വാലാട്ടി, മനുഷ്യനാണെങ്കിൽ 2 കുരയും കൂടെ കൊടുത്തന്നെയായിരുന്നു മനുഷ്യൻ്റെ സ്വഭാവത്തിന്. അപ്പോൾ ഇത് പറ്റി 3 തവണ വെള്ളത്തിട്ടപ്പം ഷൂസും കേടായിപ്പോയി. പിന്നെ ആ സൂക്ഷിച്ചിട്ട് നടക്കാൻ പറ്റുമോ? ഒരു ഷൂസ് പോയാൽ പിന്നെ മറ്റൊരു ഷൂസ് കൊണ്ട് കാര്യമുണ്ടോ? തിളച്ച മണലിലൂടെ ആ സ്ത്രീ നടന്നുപോയി. കാലിനടിവശം പൊള്ളി. ഷൂസ് വാങ്ങിക്കണ്ടേ? അന്ന് രാത്രി വീണ്ടും വ്യഭിചരിച്ചു. ആ പൈസ കൊണ്ട് അവൾ ഷൂസ് വാങ്ങിച്ച്. അങ്ങനെ ഒരു പട്ടിയുടെ ജീവൻ രക്ഷിച്ചതിന് ഈ സ്ത്രീ സ്വർഗം അർഹിക്കുന്നു. മൃഗങ്ങളോട് ദയ കാണിക്കുക, മനുഷ്യനോട് ദയ കാണിക്കുക. ഇത് ഇസ്ലാമിൻ്റെ വലിയ തത്വങ്ങളെന്നാണ്. മനുഷ്യാവകാശം എന്ന് പറയുന്ന വലിയ അവകാശങ്ങൾ ഇസ്ലാം സ്ഥാപിച്ചു കൊടുത്തു എന്നുള്ളതാണ്. 6ാമതായി പരിശുദ്ധ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ച വലിയൊരു പാഠമാണ്. അത് സെക്കുലറിസം എന്ന് പറഞ്ഞ പാഠമാണ്. മതചിന്തകൾക്കതീതമായി സംസാരിക്കണം, മതചിന്തകൾക്കതീതമായി. പ്രവാചകൻ ഒരിക്കലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം പള്ളി വെച്ച്. ക്രിസ്ത്യൻ നേതാക്കന്മാരും യഹൂദ നേതാക്കന്മാരും ഉണ്ട്. അപ്പോൾ വാങ്ക് വിളിച്ചു. ക്രിസ്ത്യൻ നേതാക്കന്മാർ പറഞ്ഞു പ്രവാചക ഞങ്ങൾ പുറത്ത് പോയിട്ട് വരാം, അങ്ങയുടെ പ്രാർത്ഥന കഴിയുമ്പോൾ വരാം. അദ്ദേഹം പറഞ്ഞു നിങ്ങളോടെ വന്നേ? ഞാൻ മക്കയിലോട്ട് നോക്കി പ്രാർത്ഥിക്കാം, നിങ്ങളിവിടെ തന്നെ പള്ളിക്കകത്ത് തന്നെ മുട്ടുകുത്തിക്കൊള്ളാൻ പറഞ്ഞു. പള്ളിക്കകത്ത് മുട്ടുകുത്തി. യഹൂദൻ ജെറുസലേമിനെ നോക്കി പ്രാർത്ഥിച്ച്, ക്രിസ്ത്യാനി കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിച്ച്, പ്രവാചകൻ മക്കയ്ക്ക് നോക്കി പ്രാർത്ഥിച്ച്. ഒരേ മുസ്ലിം പള്ളിക്കകത്ത് 3 മതക്കാരും ഒരുപോലെ പ്രാർത്ഥിച്ച്. ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഒരു മതവും തമ്മിലൊരു വ്യത്യാസവും ഇല്ല. പരിശുദ്ധ പ്രവാചകൻ മെദീനയിൽ ചെന്നു. അദ്ദേഹം അവിടെ മെദീന ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്തത് 622 42 പാരഗ്രാഫുണ്ട്. ഞാനൊക്കെ അത് വായിച്ച് അമ്പരന്ന് പോയി. ആ മെദീന ഡോക്യുമെൻ്റ് തുടങ്ങുന്ന വിശ്വപ്രസിദ്ധമായ പ്രഖ്യാപനത്തിലാണ്. മെദീനയിൽ 11,500 പേരുള്ളതിൽ 1,500 പേരെ മുസ്ലിങ്ങളുള്ളൂ. 10,000 പേര് യഹൂദന്മാരും ക്രിസ്ത്യാനികളും ട്രൈബൽസാണ്. മുസ്ലിങ്ങൾ വലിയ ന്യൂനപക്ഷമാണ്. 11,500 പേരുള്ളതിൽ യാത്രയും അല്ലെങ്കിൽ മദീനയിൽ 1,500 പേരെ മുസ്ലിങ്ങളുള്ളൂ. പ്രവാചകനൊരു കൽപ്പന ഇട്ടു. മദീന ഡോക്യുമെൻ്റ്. മദീനയിൽ ജീവിക്കുന്ന യഹൂദന്മാരും ക്രിസ്ത്യാനികളും ട്രൈബൽസും മുസ്ലിംസും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു ഭരണം ഞാൻ ഉറപ്പു നൽകുന്നു. 7 കൊല്ലം മദീന ഭരിച്ച പ്രവാചകൻ. മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 1,500 എത്ര ആയിട്ട് വർദ്ധിച്ചു? 1,600 വർദ്ധിച്ചു. ക്രിസ്ത്യാനിക്കും ട്രൈബലിനും ഏതെങ്കിലും ഒരു ട്രൈബലിനും മുസ്ലിമിനെ ഉപദ്രവിച്ചോ? ഒറ്റയാളിനെ ഉപദ്രവിച്ചില്ല. എല്ലാവരെയും വളരെ ഭംഗിയായിട്ട് സ്വീകരിച്ച് അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹം മെക്ക പിടിച്ചെടുക്കുമ്പോൾ ഒറ്റ തുള്ളി രക്തം വീണിട്ടില്ല. നോട്ട് എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. മെക്ക പിടിച്ചെടുക്കുകയാണ്. മെക്ക പിടിച്ചെടുത്ത് അവിടെ വരുമ്പോൾ അദ്ദേഹത്തോട് യുദ്ധം ചെയ്ത മഹാന്മാരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് സ്വന്തം മകളെ ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് കുന്തത്തിൻ്റെ അറ്റത്ത് കുത്തി താഴെ ഇട്ട് ഒരുത്തനുണ്ട് അവിടെ. അവൻ മുമ്പിൽ വന്നു. പ്രവാചകൻ പറഞ്ഞു നീ എൻ്റെ മുമ്പിൽ അത് നിൽക്കരുത്,
കാര്യം കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ മനുഷ്യനല്ലേ, വികാരം ഉണ്ടായാലോ എന്ന് വിചാരിച്ച് പൊക്കോളാൻ പറഞ്ഞു. ഒന്നും ചെയ്തില്ല, അവനെ കൊന്നില്ല. അദ്ദേഹത്തിനെതിരെ യുദ്ധം ചെയ്ത് അബൂ സുഫിയാനെ കൊന്നില്ല. അബൂ സുഫിയാൻ ഇസ്ലാം മതം സ്വീകരിച്ച് പ്രവാചകൻ്റെ കൂടെ വന്നു. പ്രവാചകനെ ഉഹൂദ് യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ഖാലിഫ് ഇബൻ വലീദ് ഉണ്ടല്ലോ, വലീദ് വന്ന് വലീദിനെ പ്രവാചകൻ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. വലീദ് ഇസ്ലാമിൽ ചേർന്നു. ഇസ്ലാമിൻ്റെ ആദ്യത്തെ 6 യുദ്ധങ്ങളും യാക്കൂട്ട് യുദ്ധം ഉൾപ്പെടെ ജയിച്ചത് ഈ ഖലീഫ ഇബൻ വാലിദാണ്. ഉഹൂദ് യുദ്ധത്തിൽ പ്രവാചകനെ തോൽപ്പിച്ച ആദ്യഘട്ടത്തിൽ. 2ാം ഘട്ടത്തിൽ പ്രവാചകൻ ജയിച്ച് ഖാലിഫ് ഇബൻ വലീദിനെ മുസ്ലിമാക്കി. അദ്ദേഹമാണ് ബൈസാൻഡിയൻ ആർമിയെ തോൽപ്പിച്ചതും റോമൻ ആർമിയെ തോൽപ്പിച്ചതും. ഇസ്ലാം ഇത് വലിയ തത്വമായി സ്വീകരിച്ചിട്ടുള്ള ഒന്നാണ്. മറ്റു മതങ്ങളോട് സമഭാവനയോടുകൂടി പെരുമാറുക. അറബികൾ ജീവിച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ മറ്റു മതക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഈജിപ്തിൽ ക്രിസ്ത്യാനികളുണ്ട്, അവിടെ ഒരു പാത്രീസുണ്ട്, 120 ബിഷപ്പന്മാരുണ്ട്. ഈജിപ്തിൻ്റെ ജനസംഖ്യയിൽ 20% ക്രിസ്ത്യാനികളാണ്. 1400 കൊല്ലം ഇസ്ലാം ഭരിക്കുന്ന രാജ്യമാണ്. അവിടെ ഈ പാത്രീസും അച്ഛന്മാരും മെത്രാന്മാരും 120 മെത്രാന്മാരും സുഖമായിട്ട് ജീവിക്കുന്നു. അന്ത്യോക്യയിലെ പാത്രീസ് അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ പള്ളിയിൽ നിന്ന് പോലീസും പട്ടാളവും നിന്ന് പിടിച്ച് പുറത്തിറക്കാണ് കേരളത്തിൽ. പക്ഷേ ഇറാഖിൽ എന്താണ് സംഭവം? ആ പാത്രീസ് സുഖമായിട്ടോടെ 1400 ജീവിക്കുന്നു. പാത്രീസിനുള്ള ക്രിസ്ത്യാനികൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. തന്നെയുമല്ല എല്ലാ മാസവും ട്രഷറിയിൽ നിന്ന് പള്ളിയിൽ അച്ഛന്മാർക്ക് ശമ്പളം കൊടുക്കുന്നു. കേരളത്തിൽ നിന്നും കുറേ എണ്ണം സദാം ഹുസൈൻ്റെ കാലത്ത് ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് അച്ഛന്മാരവിടെ പോയി അവിടുത്തെ പള്ളിയിൽ ജോലി ചെയ്തിട്ട് ശമ്പളം വാങ്ങിക്കുമായിരുന്നു ഇറാഖിൽ നിന്ന്. സർക്കാർ ട്രഷറിന്നേ ക്രിസ്ത്യൻ അച്ഛന്മാർക്ക് ശമ്പളം. ഇതാണ് ഇറാഖിൽ നടന്നത്. ഹറൂൺ റഷീദിൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? മാർമിസൈഡ്. അദ്ദേഹം ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്. സദാം ഹുസൈൻ്റെ പ്രധാനമന്ത്രി താരിഖ് അസീസ്, പേര് കേട്ട നമ്മളൊരിക്കും മുസ്ലിമാണെന്ന്. താരിഖ് അസീസ് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്. സദാം ഹുസൈൻ്റെ പ്രധാനമന്ത്രി ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്. ഇന്ത്യയിൽ അക്ബർ ചക്രവർത്തി വന്നു. അക്ബറിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? ബീർബൽ, ബ്രാഹ്മണനാണ്. അക്ബറിൻ്റെ ധനകാര്യമന്ത്രി ആരായിരുന്നു? രാജാ തോണ്ടർമാൽ, ഒരു വൈശ്യനാണ്. അക്ബറിൻ്റെ സർവ്വസൈന്യാധിപൻ രാജാ മാൻസിംഗ്, രജപുത്രനാണ്. അക്ബറിൻ്റെ 12 അംഗ മന്ത്രിസഭയിലെ 6 പേരും മുസ്ലിങ്ങളല്ല, ഇൻക്ലൂഡിങ് ദ പ്രൈം മിനിസ്റ്റർ. അക്ബർ ചക്രവർത്തിക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, രജപുത്ര ശ്രീ ജോധാബായി. ജോധാബായി ഇസ്ലാമാകാൻ അക്ബർ ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. തന്നെപോലെ ഫത്തേപൂർ സിക്രിയിലെ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിന് തൊട്ട് ചേർന്നൊരു ക്ഷേത്രം ഉണ്ടാക്കിയ അക്ബർ എന്തിനാണ്? ഭാര്യയ്ക്ക് നടന്നു പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാനായിട്ട്. ജോധാബായിക്ക് അക്ബറിന് 12 ഭാര്യമാരിലായിട്ട് 4 ആൺമക്കളുണ്ടായിരുന്നു. ഒരു മുസ്ലിം സ്ത്രീ പ്രസവിച്ച ഒരാളിനെ പിൻഗാമയാക്കി കൂടെ അക്ബറിനെ. അക്ബർ ജോധാബായി പ്രസവിച്ച ജഹാംഗീറിനെ പിൻഗാമയാക്കി. ഹിന്ദു സ്ത്രീ പ്രസവിച്ച സ്ത്രീയെ പിൻഗാമയാക്കി. ഏറ്റവും കൂടുതൽ പേരുദോഷം കേൾക്കുന്ന ആളാണ് ഔറംഗസീബ്. ഔറംഗസീബിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? രാജാ രഘുരാജ്. ഔറംഗസീബിൻ്റെ പ്രധാനമന്ത്രി ഹിന്ദുവാണ്, രജപുത്രനാണ്. അദ്ദേഹം ജസിയ ചാർത്തി എന്നാണ് കുഴപ്പം. അദ്ദേഹം അമുസ്ലിങ്ങൾക്ക് 2.5% ജസിയ ചാർത്തി. പക്ഷേ അമുസ്ലിങ്ങൾക്ക് വെൽഫെയർ ടാക്സ് കൊടുക്കണ്ട. മുസ്ലിങ്ങൾക്ക് ജസിയ ഇല്ല, പക്ഷേ അവർക്ക് വെൽഫെയർ ടാക്സ് ഉണ്ട് 2.5%. അപ്പോൾ ജസിയ കൊടുക്കുന്ന ഹിന്ദുവും ജസിയ കൊടുക്കാത്ത മുസ്ലിമും ഒരേ ടാക്സാണ് അടയ്ക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തർ പ്രസംഗിക്കുന്നത് കേട്ടാൽ എന്തോ അന്യായം കാണിച്ച രീതിയിലാണ്. മുസ്ലിം വെൽഫെയർ ടാക്സ് കൊടുക്കുന്ന 2.5%, അത് അമുസ്ലിങ്ങൾ കൊടുക്കണ്ട. അമുസ്ലിം ജസിയ കൊടുക്കണം, പക്ഷേ അമുസ്ലിമിന് വെൽഫെയർ ടാക്സ് ഇല്ല. ടോട്ടൽ ടാക്സ് ഈക്വലാണ്. അതാണ് സംഭവം. അതുപോട്ടെ, ഔറംഗസീബിനെതിരെ രാജാ രഘുരാജ് പ്രധാനമന്ത്രി ഒരു ഹിന്ദുവാണ്. തെക്കേ ഇന്ത്യയിൽ ടിപ്പു സുൽത്താനെതിരെ ഭയങ്കര കലാപമാണ്. ടിപ്പു സുൽത്താൻ ഹിന്ദുക്കളെയും മറ്റവരൊക്കെ ഉപദ്രവിച്ചാണ്. ശുദ്ധ കള്ളക്കഥ ബ്രിട്ടീഷുകാർ പറഞ്ഞുണ്ടാക്കിയ ഈ കഥ മുഴുവൻ ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളുടെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി. ആ ടിപ്പു സുൽത്താൻ്റെ പ്രധാനമന്ത്രി ആരാണ്? ടിപ്പു സുൽത്താൻ്റെ പ്രധാനമന്ത്രി പൂർണിയ, ഒരു ബ്രാഹ്മണനാണ്. ടിപ്പുവിൻ്റെ മന്ത്രിസഭയിൽ 12 മന്ത്രിമാരുള്ളതിൽ 7 പേരും അമുസ്ലിങ്ങളാണ്. 5 പേരേ ഉള്ളൂ മുസ്ലിങ്ങൾ, 7 പേര് അമുസ്ലിങ്ങളാണ്. ടിപ്പുവിൻ്റെ ഭാര്യമാരിൽ ഒരു ഭാര്യ ഉണ്ണിച്ചാറ, വടകരക്കാരിയുടെ നായർ സ്ത്രീയാണ്. ആ ഉണ്ണിച്ചാറ മുസ്ലിം ഭവൻ ടിപ്പു ആവശ്യപ്പെട്ടോ? ഇല്ല. തന്നെയുമല്ല, ശ്രീരംഗപട്ടണം കൊട്ടാരത്തിനോട് ചേർന്ന് അദ്ദേഹം ഒരു ക്ഷേത്രം ഉണ്ടാക്കി. എന്തിനാണ്? ഉണ്ണിച്ചാറയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി. ആ ക്ഷേത്രത്തിൽ പോയി ഉണ്ണിച്ചാറ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം നമ്മുടെ ആശാന്മാരെന്ത് ചെയ്യുന്നറിയാം? ആ ക്ഷേത്രത്തിനകത്തുനിന്ന് വിഗ്രഹം എടുത്ത് മാറ്റി. ശ്രീരംഗപട്ടണം ക്ഷേത്രം ഇപ്പം നിങ്ങളൊന്ന് പോയി നോക്കിയാൽ ശ്രീരംഗപട്ടണം കോട്ടയ്ക്കകത്തുള്ള ക്ഷേത്രത്തിനകത്തുനിന്ന് വിഗ്രഹം എടുത്ത് മാറ്റി.
മുസ്ലിമായ ടിപ്പു സുൽത്താൻ ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാനുണ്ടാക്കിയ ക്ഷേത്രം ഹിന്ദു ഭരണാധികാരികൾ അതിൻ്റെ അന്ന് വിഗ്രഹം എടുത്തു മാറ്റി. ഇതാണ് സത്യം, ചരിത്രത്തിലെ സത്യം. മുസ്ലിം ഭരണാധികാരികൾ അവർ ഭരിക്കുന്ന സ്ഥലത്തൊക്കെ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തു. ഒറ്റ സ്ഥലത്ത് കൂട്ടക്കൊല ഉണ്ടായില്ല. ഒറ്റ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എതിർപക്ഷത്തോട്ട് പോയില്ല. അവർ വളരെ ഭംഗിയായിട്ട് അതിൽ വിശ്വസിച്ചു. ഇനി ഇസ്ലാം മതം വാളുകൊണ്ട് മതം വളർത്തി എന്ന് പറഞ്ഞ് ഒരു കള്ളക്കഥ അടിച്ചു വിട്ടിരിക്കുകയാണ് ഈ സായിപ്പ് അവിടുന്ന്. എന്താണ് സംഭവം? ഇസ്ലാം ഭരിക്കുന്ന രാജ്യങ്ങളിൽ ഇസ്ലാം മതം സ്പ്രെഡ് ചെയ്തതിന് പ്രധാന കാരണം പഴ്സ പ്രവാചകൻ ഉണ്ടാക്കിയ ശ്രദ്ധേയമായൊരു നിയമസംഹിതയാണ്. റോമൻ സാമ്രാജ്യത്തിനകത്തും പേർഷ്യൻ സാമ്രാജ്യത്തിനകത്തും മനുഷ്യനും ഭൂമിയുടെ മുകളിൽ അവകാശം ഉണ്ടായിരുന്നില്ല. പട്ടയ നമ്പർ കിട്ടത്തില്ല. അവൻ കരമടച്ച് അതിനകത്ത് കൃഷി ചെയ്യാം. ഉടമസ്ഥാവകാശം ചക്രവർത്തിയുടേതാണ്. ഇനി ആ ഭൂമി കൃഷി ചെയ്യാൻ അനുവദിക്കുന്നതിൻ്റെ ഭാഗമായി എപ്പോൾ യുദ്ധം ഉണ്ടായാലും അവൻ്റെ ആൺകുട്ടിയെ യുദ്ധത്തിന് വിട്ടുകൊടുക്കണം. ആൺകുട്ടി ഇല്ലാത്ത ഒരാളാണെങ്കിൽ വേറൊരാളുടെ ആൺകുട്ടിയെ വാടകയ്ക്ക് എടുത്ത് മെഴ്സനറി ആക്കിയിട്ട് അയച്ചു കൊടുക്കണം യുദ്ധത്തിൽ. ആ യുദ്ധത്തിൽ സേനാനായകൻ്റെ ഇതിൻ്റെ മണ്ടത്തരം പറ്റിയാൽ 20,000 50,000 പേരാണ് കൊല ചെയ്യപ്പെടുന്നത്. കുടുംബങ്ങൾ മുഴുവൻ വാനിഷ്ഡ്. പ്രവാചകൻ പറഞ്ഞു, ഇത് പാടില്ല. കൃഷി ചെയ്യുന്നവനാണ് കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം. അറബി ദേശത്തിൽ പ്രവാചകൻ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അതാത് കൃഷിക്കാരന് കൊടുത്തു. ഇസ്ലാം സ്ത്രീയെ പിടിച്ചെടുത്തപ്പോൾ ആ കൃഷി ചെയ്തുകൊണ്ടിരുന്നവന് കൃഷിഭൂമി കൊടുത്തു. അവൻ്റെ ഒരാൺമക്കൾ യുദ്ധത്തിന് വരണ്ട, സ്റ്റാൻഡിങ് ആർമി യുദ്ധം ചെയ്തോളും. ഭൂമി കൃഷി ചെയ്യാൻ കൊടുത്തതിന് പകരമായി ആൺമക്കളെ ബലി കൊടുക്കേണ്ട ഒരു കുടുംബവും. പേർഷ്യൻ സാമ്രാജ്യം ഇസ്ലാം പിടിച്ചെടുത്തു. പേർഷ്യൻ സാമ്രാജ്യത്തിലെ മുഴുവൻ ഭൂമിയും കൃഷി ചെയ്യുന്നവന് വിട്ടുകൊടുത്തു. കൃഷി ചെയ്യുന്നവന് പട്ടയം കൊടുത്ത ശേഷം അവൻ്റെ ആൺമക്കളെ യുദ്ധത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞില്ല ഇസ്ലാം. ബൈസാനിയൻ എംപയർ പിടിച്ചു ഇസ്ലാം. എന്ത് ചെയ്തു? ബൈസാനിയൻ എംപയറിൽ കഴിഞ്ഞ 1500 കൊല്ലമായി ഭൂമിയുടെ ഉണ്ടാക്കി അവകാശമില്ലാതെ കൂലിപ്പണിക്കാരനായിരുന്ന കുടികിടപ്പുകാരനായിരുന്ന ആളുകൾക്കെല്ലാം ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൊടുത്തു. എന്നിട്ട് ആ ഉടമസ്ഥാവകാശം കൊടുത്തവന് മക്കളെ യുദ്ധത്തിന് വരാനായിട്ട് ആരോടും ആവശ്യപ്പെട്ടില്ല. അപ്പോൾ അവർ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തോട് കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ബൈസാനിയൻ എംപയർ ആക്രമിച്ചു വന്നു. അവിടുത്തെ മുഴുവൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുടെ കൂടെ ക്രിസ്ത്യൻ ചക്രവർത്തിക്കെതിരെ യുദ്ധം ചെയ്തു. ഇറാഖിലെയും അവിടെയുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുടെ കാലിഫയുടെ കൂടെ യുദ്ധം ചെയ്തു ക്രിസ്ത്യനായ ബൈസാന്റിയൻ ചക്രവർത്തിക്കെതിരെ. ഇതാണ് ചരിത്രം. ലോകത്തിൽ ആദ്യമായി ഭൂപരിഷ്കരണം എന്നൊരു സാധനം ഉണ്ടാക്കിയത് പരിശുദ്ധ പ്രവാചകനും ഇസ്ലാമാണ്. ഒരു സോഷ്യലിസവും കമ്മ്യൂണിസവും ഒന്നല്ല ഭൂപരിഷ്കരണം കൊണ്ടുവന്നത്. ലോകത്തിൽ ആദ്യമായി ഭൂപരിഷ്കരണം കൊണ്ടുവന്നത് ഇസ്ലാമാണ്. അങ്ങനെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൊടുത്തു. മക്കളെ യുദ്ധം വരുമ്പോൾ സൈന്യത്തിൽ വിടണ്ട, ശമ്പളം വേണ്ടവൻ പോയി യുദ്ധം ചെയ്തോണം, അല്ലാത്തവൻ പോണ്ട. അതോടുകൂടി ഒരു 2500 വർഷമായി ഭൂമിയുടെ ഉടമസ്ഥാവകാശം കിട്ടാത്ത മധ്യപൂർവേഷ്യയിലെ മുഴുവൻ ജനങ്ങൾക്കും കൃഷിസ്ഥലം കിട്ടി. ആ കൃഷിസ്ഥലം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ജനങ്ങൾ സമ്പുഷ്ടരായി ജീവിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇസ്ലാം വളർന്നത്. ഇസ്ലാമിക രാജ്യത്തിൽ ഭരണത്തിലിരിക്കുമ്പോൾ ഭൂമിയുടെ പട്ടയവും ഉടമസ്ഥാവകാശവും അതിൻ്റെ സംരക്ഷണ അവകാശവും അവർക്ക് കിട്ടി. അധമർണനായിരുന്ന ജനത ഉത്തമർണനായി. ഇതാണ് ഹിസ്റ്ററി. ദിസ് ഇസ് ഹിസ്റ്ററി. അതാണ് ഇസ്ലാമിൻ്റെ വിപ്ലവം. പരിശുദ്ധ പ്രവചനം ഉണ്ടാക്കിയ അതിഗംഭീരമായ വിപ്ലവമാണ്. ഈ ലാൻഡ് റവല്യൂഷൻ, ഭൂപരിഷ്കരണം കാരണമാണ് ജനങ്ങൾ മുഴുവൻ ഇസ്ലാമിൻ്റെ കൂടെ നിന്നത്. ബംഗാളിൽ ഭൂപരിഷ്കരണം ഉണ്ടാക്കിയപ്പോൾ ജനങ്ങൾ മുഴുവൻ CPM-ൻ്റെ കൂടെ നിന്ന്. പക്ഷേ അവിടെ ഫാക്ടറി ഉണ്ടാക്കാൻ വേണ്ടി ഭൂമി പിടിച്ചെടുത്ത് 7 പേര് വെടിവെച്ച് വന്നപ്പോൾ ജനം മുഴുവൻ മറുപക്ഷം പോയി. ഇതാണ് ബംഗാളിൽ സംഭവിച്ചത്. അത് തന്നെ സംഭവം. ഞാൻ റീസെൻ്റ് ഉദാഹരണം പറഞ്ഞല്ലോ. ആ ബൈസാന്റിയൻ കൺട്രിയിലും പേർഷ്യൻ സാമ്രാജ്യത്തിലും പിടിച്ചെടുത്ത രാജ്യങ്ങളിലെ ജനങ്ങൾ ഇസ്ലാമിൻ്റെ കൂടെ നിന്നു. ഇസ്ലാം എവിടം വരെ പോയോ അവിടെ എല്ലാം ഇത് സംഭവിച്ചു. മൊറോക്കോയിൽ തൊട്ട് അൾജീരിയ തൊട്ട് അങ്ങ് ഇന്തോനേഷ്യ വരെ സംഭവിച്ചു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം മുസ്ലിങ്ങളുടെ ഈ ജനങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഫാമൈൻ ഉണ്ടായി, വരൾച്ച ഉണ്ടായി, പട്ടിണി മരണങ്ങളുണ്ടായി. ഇസ്ലാം മത രാജ്യത്തിൽ പട്ടിണി മരണം ഉണ്ടായില്ല. അതെന്താ? ഭൂമി തന്നെയല്ലേ ഇസ്ലാമിലെ രാജ്യങ്ങൾ. ബംഗാൾ ഫാമൈൻ ഉണ്ടായി 1941. 2.5 ലക്ഷം പേര് പട്ടിണി കിടന്ന് മരിച്ചു. ഇപ്പോൾ യൂറോപ്പിൽ പട്ടിണി മരണം ഉണ്ടായി, ആഫ്രിക്കയിൽ പട്ടിണി മരണം ഉണ്ടായി. പക്ഷേ ഇസ്ലാം ഏതെല്ലാം രാജ്യങ്ങളിൽ ചെന്നോ അവിടെ പിന്നെ പട്ടിണി മരണം ഉണ്ടായിട്ടില്ല. കാരണം ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചു,
തൊട്ടയലോക്കത്തോർത്തവൻ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ സുഭിക്ഷമായ ആഹാരം കഴിച്ചാൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരമല്ല വിഷമാണെന്ന് പറഞ്ഞു. ഇസ്ലാമിക രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പ്രൊഡക്ഷൻ കുറഞ്ഞാൽ ചക്രവർത്തി ആദ്യം ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൂടുതലുള്ള രാജ്യത്ത് നിന്ന് ഗോതമ്പും മറ്റ് സംഗതികളൊക്കെ ആ ദേശത്തേക്ക് ഒഴുകും. ഹറൂൺ റഷീദിൻ്റെ കാലത്ത് സാമ്രാജ്യത്തിൻ്റെ ഒരേറ്റത്ത് പട്ടിണി ഉണ്ടാവാൻ പോകുന്നു റിപ്പോർട്ട് ചെയ്തു. ഹറൂൺ റഷീദ് എന്ത് ചെയ്തു? അവിടുന്ന് മറ്റു ഭക്ഷണമുള്ള സ്ഥലത്ത് നിന്ന് ഭക്ഷണം ട്രക്കുകളിലാക്കി ആ സ്ഥലത്തോട്ട് അയച്ചു കൊടുത്തു. ഗോതമ്പും മറ്റു സംഗതികളൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെ അയച്ചു കൊടുത്തത് കാരണം ഇസ്ലാം മതം ഭരിച്ച രാജ്യങ്ങളിലൊന്നും പട്ടിണി മരണങ്ങളുണ്ടായില്ല, ഫാമൈൻ ഉണ്ടായില്ല. ഇസ്ലാമിൻ്റെ ആ വലിയ കാഴ്ചപ്പാട് വളരെ ഭംഗിയായിട്ട് സർട്ടിഫിക്കറ്റ് എഴുതിയത് ക്രിസ്തുമതം വിശുദ്ധയെ പ്രഖ്യാപിച്ച മദർ തെരേസയാണ്. 1942 ബംഗാൾ ഫാമൈൻ ഉണ്ടായി. ആയിരക്കണക്കിന് ആളുകൾ ഈയാമ്പാറ്റകളെ പോലെ ചത്തു വീഴുകയാണ്. മദർ തെരേസ അമേരിക്കയിലെ പണക്കാർക്ക് എഴുതി, നിങ്ങളിങ്ങനെ കോടീശ്വരന്മാരായി ഇരിക്കുമ്പോൾ ഇവിടെ മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ എന്ത് ക്രിസ്തുമതമായി സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. മദർ തെരേസയുടെ റിക്വസ്റ്റിൻ്റെ ഭാഗമായി അവർ 2 കപ്പൽ നിറച്ച് 1 കപ്പൽ ഗോതമ്പും 1 കപ്പൽ പാൽപ്പൊടിയും അയച്ചു കൊടുത്തു കൽക്കട്ട തുറമുഖത്തേക്ക്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ആ പാൽപ്പൊടിയൊക്കെ എടുത്തിട്ട് മദർ തെരേസയുടെ ആശ്രമത്തിൽ മഠത്തിൽ കൊണ്ടു കൊടുത്തു. മദർ തെരേസ അതെല്ലാം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു കന്യാസ്ത്രീ ഓടി വന്നു. മദറെ, ഇതുകൊണ്ടില്ല കാണുന്ന മുസ്ലിം കുടുംബത്തിൽ 3 ദിവസമായി ആഹാരം പാചകം ചെയ്തിട്ട് പട്ടിണി കിടക്കുകയാണെന്നോ. മദർ ഉടനെ 5 കിലോ ഗോതമ്പും 2 കിലോ പാൽപ്പൊടി എടുത്ത് പെട്ടെന്ന് ആ വീട്ടിൽ ചെന്നു. ഉമ്മയുടെ വീട്ടിൽ 2-3 ദിവസമായിട്ട് പട്ടിണിയാണെന്നും കേൾക്കുന്നു. ഈ ഒരു 5 കിലോ ഗോതമ്പും 2 കിലോ പാൽപ്പൊടിയും വെച്ചോ, പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കി ഭർത്താവിനും മക്കൾക്കും കൊടുക്കണമെന്ന് പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞു, മദറെ ഒന്നിരിക്കാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ സ്ത്രീ ഒരു സഞ്ചിക്കകത്ത് എന്തോ എടുത്തുകൊണ്ട് മുറ്റത്തിയാടി. കുറച്ച് കഴിഞ്ഞ് സഞ്ചിയില്ലാതെ തിരിച്ചു വന്നു. മദർ തെരേസ ചോദിച്ചു, എന്താ ഉമ്മയെ കാണിച്ചേ? ഉമ്മ പറഞ്ഞു, എൻ്റെ മദറെ, എൻ്റെ വീട്ടിൽ പാചകം ചെയ്തിട്ട് 3 ദിവസമായി. പക്ഷേ എൻ്റെ തൊട്ടപ്പുറത്തെ വീട് ഒരു ഹിന്ദുവിൻ്റെ വീടാണ്. അവിടെയും ഞങ്ങളെപ്പോലെ 3 ദിവസമായി ആഹാരം പാചകം ചെയ്തിട്ട്. അതുകൊണ്ട് മദർ എനിക്ക് തന്ന 5 കിലോ ഗോതമ്പിൻ്റെ പകുതിയും മദർ എനിക്ക് തന്ന 2 കിലോ പാൽപ്പൊടിയുടെ പകുതിയും ഞാൻ അപ്പുറത്തെ ഹിന്ദു വീട്ടിൽ കൊടുത്തു. പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ തിരിച്ച് വന്നാണ് മദർ എന്നത്. മദർ തെരേസ സർട്ടിഫിക്കറ്റ് എഴുതിയിരിക്കുകയാണ്. പരിശുദ്ധ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ച ഈ പരസ്പര സഹകരണം ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. ആ മുസ്ലിമിൻ്റെ ഉമ്മ കാണിച്ചത് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വരൾച്ചയുണ്ടായി, ഫാമൈൻ ഉണ്ടായി, പട്ടിണി മരണങ്ങളുണ്ടായി. ഇസ്ലാം ഭരിച്ച ഒരു രാജ്യത്തിലും പട്ടിണി മരണം ഉണ്ടായില്ല. സൗദി അറേബ്യയിലോ നോർത്ത് ആഫ്രിക്കൻ കൺട്രീസിലോ ഒന്നും പട്ടിണി മരണമില്ല. കാര്യം പട്ടിണി മരണം ഇല്ലാത്തത് ഈ ഭക്ഷണം വിതരണം നടത്തുന്ന ഒരു സമ്പ്രദായം കൊണ്ടാണ്. ഞാൻ സൗദി അറേബ്യയിൽ പോയി. സൗദി അറേബ്യയിൽ ചെന്ന് എന്നെ കൊണ്ടുപോയ സംഘടനക്കാർ എന്നെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ആളുകൾ ഇങ്ങനെ വന്നിട്ട് കൈ നീട്ടുന്നു. അപ്പോൾ ഇയാൾ എന്തൊക്കെ സാധനം കൊടുത്തു. ഞാൻ ചോദിച്ചത് എന്ത് സംഭവം? അദ്ദേഹം പറഞ്ഞു, സൗദി അറേബ്യയിലെ ഏത് കടയിൽ ഏത് ഹോട്ടലിലും ഞാൻ പട്ടിണിയാണെന്ന് പറഞ്ഞ് ചെന്നാൽ അവർ സൗജന്യമായിട്ട് ആഹാരം കൊടുക്കും. മിക്കവാറും മലയാളികളായിരിക്കും വാങ്ങിക്കുന്നത്, അത് വേറെ കാര്യമെങ്കിലും കൈ നീട്ടി ഫ്രീ ഫുഡ് കിട്ടാം. ലോകത്തിലെ വേറെ ഏതെങ്കിലും രാജ്യത്ത് ഫ്രീ ഫുഡ് കിട്ടും. ഹോട്ടലിന് മുമ്പിൽ ചെന്ന് ഫ്രീ ഫുഡ് ചോദിച്ചാൽ അവൻ ചായ കോരി നമ്മുടെ തലയ്ക്ക് ഒഴിച്ചു തരും. അതാണ് സംഭവം. വളരെ കൃത്യമായിട്ട് സംഭവം ഇത് ഫ്രീ ഫുഡ്. ഞാൻ അമ്പരന്ന് പോയി സൗദി അറേബ്യയിലെ ഹോട്ടലിൽ. ഇത് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ പട്ടിണി മരണം ഉണ്ടാകാത്ത, ഫാമൈൻ ഉണ്ടാകാത്ത, എല്ലാ മതക്കാർക്കും തുല്യ പ്രാധാന്യം, മനുഷ്യനായി ജീവിക്കാനുള്ള അവസരം. ഇത് ഇസ്ലാമിൻ്റെ അത്ഭുതകരമായ ഫിലോസഫിയാണ്. ഇസ്ലാമിൽ എന്നെ അടുത്ത് അമ്പരപ്പിക്കുന്നത് സ്ത്രീ സംരക്ഷണമാണ്. ലോകത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം കിട്ടിയത് ഇസ്ലാമിക സമൂഹങ്ങളിലാണ്. പരിശുദ്ധ പ്രവാചകൻ നിയമം ഉണ്ടാക്കി എന്താണ്? സ്വത്ത് വീതിക്കുമ്പം ആൺകുട്ടിയുടെ പകുതി സ്വത്ത് പെൺകുട്ടി കൊടുത്തിരിക്കണം. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇതെന്ത് പരിപാടിയുടെ, ആണുങ്ങളുടെ പകുതിയല്ലേ പെണ്ണുങ്ങൾ കൊടുത്തു തന്നു. പക്ഷേ ലോകത്തിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം പരിശുദ്ധ പ്രവാചകന് മുമ്പ് ആരും കൊടുത്തിട്ടില്ല എന്നുള്ള മനസ്സിലാക്കണം. ഒറ്റ സമൂഹത്തിൽ പോലും സ്ത്രീക്ക് സ്വത്തവകാശമില്ല. പ്രവാചകനാണ് ആദ്യമായി സ്വത്തവകാശം കൊടുത്തത്. സ്വത്തവകാശം കൊടുക്കുമ്പോൾ ലോകത്തിൽ ഒരു രാജ്യത്തിനും ഇല്ലാത്തവരുടെ സ്വത്തവകാശം ഇസ്ലാമിക സ്ത്രീക്ക് കിട്ടി. യൂറോപ്പിലൊക്കെ സ്വത്തവകാശം മാത്രമേ കിട്ടൂ, അപ്പൻ്റെ സ്വത്തിൽ മാത്രമേ അവകാശം കിട്ടൂ, വേറെ സ്വത്തിന് അവകാശം കിട്ടുകയില്ല. ഇന്ത്യയിലെ അപ്പൻ്റെ സ്വത്തിന് അമ്മയുടെ സ്വത്തിന് അവകാശം കിട്ടും. പക്ഷേ പരിശുദ്ധ പ്രവാചകൻ എന്ത് ചെയ്തു? പിതൃസ്വത്തവകാശം, മാതൃസ്വത്തവകാശം, ഭ്രാതൃസ്വത്തവകാശം, പുത്രസ്വത്തവകാശം
അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ആൺകുട്ടി മരിച്ചാൽ അവൻ്റെ സ്വത്തിൻ്റെ 1/6 അമ്മയ്ക്ക് കിട്ടും. ആ അമ്മ മരുമോട് മുമ്പിൽ തണ്ടിക്കൊണ്ട് നടക്കണ്ട, മോൻ്റെ സ്വത്തിൻ്റെ 1/6 അപ്പം തന്നെ അമ്മയ്ക്ക് കിട്ടും. പുത്രസ്വത്തവകാശം ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ, ലോകത്ത് ഒരിടത്തും വേറെ ഇല്ല. അപ്പോൾ അങ്ങനെ 4 സ്വത്തവകാശം സ്ത്രീക്ക് കിട്ടി. പിന്നെ വളരെ ശ്രദ്ധേയമായിട്ട് പ്രവാചകൻ സ്ത്രീകൾക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ്. ലോകത്തിലെ എല്ലാ സമൂഹത്തിലും കല്യാണം കഴിക്കുമ്പം സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പുരുഷൻ്റെ വീട്ടിലേക്ക് സ്ത്രീധനം പോയിക്കൊണ്ടിരുന്നു. പ്രവാചകൻ പറഞ്ഞു, പറ്റില്ല, ആ പെൺകുട്ടിയെ നല്ല പെൺകുട്ടിയായി വളർത്തിക്കൊണ്ടുവന്നതിന് അങ്ങോട്ട് മൊഹർ കൊടുത്തിട്ട് വേണം കല്യാണം കഴിക്കാൻ. അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒരു 6 പെൺമക്കളുള്ള ഒരു അമ്മയുണ്ടെങ്കിൽ അവൾ ഇസ്ലാമിലെ ആ ദേശത്തെ ഏറ്റവും പണക്കാരിയാണ്. കേരളത്തിലെങ്ങാനും ഒരു സ്ത്രീക്ക് 6 പെൺമക്കളുണ്ടെങ്കിൽ തൂങ്ങിച്ചാവല്ലാതല്ല മാർഗ്ഗം ഉണ്ടോയെന്ന് സംശയമാണ്. അപ്പോൾ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കുമ്പോൾ ഒരു മൊഹറും കിട്ടും, സ്വത്ത് വീതം വെക്കുമ്പോൾ പകുതി സ്വത്തും കിട്ടും. അപ്പോൾ മൊഹറും ഈ പകുതി സ്വത്തോടെ കൂട്ടുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിൽ ആൺകുട്ടി കിട്ടിയതിനേക്കാൾ സ്വത്ത് കൂടുതലാണ് പെൺകുട്ടിക്ക്. മൊഹറും പ്ലസ് പകുതി സ്വത്തും കൂടി. കേരളത്തിൽ മാത്രം പ്രവാചകനേക്കാൾ ബുദ്ധിയുള്ള ചില ആശാന്മാരുണ്ട്. ഒരു ചെറിയ മൊഹർ അങ്ങോട്ട് കൊടുത്തിട്ട് 10 ഇരട്ടി സ്ത്രീധനം ഇങ്ങോട്ട് വാങ്ങിക്കും. സ്ത്രീധനം വാങ്ങിക്കുന്നതൊന്നും ഇസ്ലാമല്ല, ഞാൻ പഠിച്ച ഇസ്ലാമല്ല.